ഹലോ. യെസ്, മലയാളത്തിൽ മതി. ദിസ് ഇസ് ഓക്കെ. സ്പെസിഫിക്കലി ഫോർ കേരള. അതുകൊണ്ട് മലയാളം ഓക്കെ. discuss. ശരി ശരി ശരി. എനിക്ക് പരിചയമുള്ള കുറച്ച് ആൾക്കാരെ കാണാം. നമ്മുടെ എന്റെ HOD കയറിയിട്ടുണ്ട്. ദീപ മാഡം. മാഡം വെൽക്കം മാം. വെൽക്കം. സോ ഹാപ്പി ടു സീ യു ഹിയർ. പിന്നെ നമ്മുടെ പ്രിയ സുഹൃത്ത് പ്രവീൺ ഉണ്ട്. നവനീത് സിനി ജോർജ്, ബേർഡ് മോണിറ്ററിംഗിലെ ഫൈസൽ. ഓക്കെ. സോ വി ഹാവ് എ മിക്സഡ് ഗ്രൂപ്പ്. എന്നാലും കൂടുതലും ബിഗിനേഴ്സ് ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ടോക്കാണ് ഞാനും പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു വലിയ ഉപയോഗം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സാധാരണ കാണുന്ന പക്ഷികളെ കുറിച്ചും എങ്ങനെ കാണാമെന്നും ഉള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതല്ലേ നമുക്ക് വേണ്ടതും. അതെ സർ. സോ വി ആർ ഓൾസോ റെക്കോർഡിംഗ് ദിസ്. അപ്പം ഇതിൽ ഫൈൻ. കാണാൻ പറ്റാത്തവർക്ക് വീൽ ഷെയർ ദ ലിങ്ക് ഓൾസോ. Yeah, okay, okay. And I can see a few youngsters, budding birders also. Sridevi AR ഒരു കുട്ടിയുണ്ട്. So hi there. Welcome to the world of birding. Okay. So anyway, let us start. Anu പറഞ്ഞതുപോലെ I am Ratish, and I have been birding since like I was in my school days. And I got into serious birding only by some 2002 or something. And ഇപ്പൊ ഞാൻ വയനാടാണ് വർക്ക് ചെയ്യുന്നത്. വയനാട് വർക്ക് ചെയ്യാനുള്ള ഒരു അല്ലെങ്കിൽ ജോലി സ്ഥലമായിട്ട് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണവും ഇതുപോലെ പ്രകൃതി രമണീയമായ സ്ഥലം ആയതുകൊണ്ടും ധാരാളം പക്ഷികളുള്ള സ്ഥലമായതുകൊണ്ടും തന്നെയാണ്. അപ്പൊ ഇതാണ് എന്നെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പൊ നമുക്കിന്ന് പക്ഷി നിരീക്ഷണത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സിറ്റി നേച്ചർ ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട് WWF ട്രിവാൻഡ്രം കേരള ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോ അതിലേക്ക് പക്ഷികളെ നമുക്ക് എങ്ങനെ കണ്ട് മനസ്സിലാക്കാം, എങ്ങനെ അതിനെക്കുറിച്ച് അതിന്റെ ഡാറ്റ എങ്ങനെ എൻ്റർ ചെയ്യാം എന്നുള്ളതാണ്. ഡാറ്റ എൻട്രിയെ കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല, കാരണം iNaturalist ഞാൻ വളരെ അപൂർവമായിട്ട് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഞാൻ കൂടുതലും eBird എന്നുള്ള ആപ്പാണ് ഉപയോഗിക്കുന്നത്. ബട്ട് iNaturalist ഓൾസോ വളരെ നല്ല ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആപ്പാണ്. ഞാൻ അത് കുറച്ച് 1-2 നോക്കി. ഓക്കെ. ഏകദേശം 1.5 മണിക്കൂറോളം ക്ലാസ് എടുക്കുക. ഈ ഒരു പ്രസന്റേഷൻ പറഞ്ഞു തീരാൻ എടുക്കും. അപ്പോൾ നമുക്ക് ബോറടിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇടയ്ക്ക് നിർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത് നിർത്താം. കാരണം ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ കുറെ പക്ഷികളെ കാണിച്ചുകൊണ്ടുള്ള സ്ലൈഡുകൾ മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ വിഷയം, ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ബേർഡിംഗ്. പക്ഷി നിരീക്ഷണം എന്ന് പറയുന്നത് സയൻസ് ആണ് പ്രാഥമികമായി. എന്നാൽ അതൊരു കലയും കൂടെയാണ്. കാരണം ഒരു സ്റ്റാമ്പ് കളക്ഷനോ അല്ലെങ്കിൽ കോയിൻ കളക്ഷനോ പോലെ തന്നെ നമ്മൾ എത്രയെല്ലാം പക്ഷികളെ കണ്ടു എന്ന് പക്ഷി നിരീക്ഷകൻ ഒരു ഹോബി ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിക്ക് എത്ര പക്ഷികളെ കണ്ടു എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ എത്ര രാജ്യങ്ങളുടെ സ്റ്റാമ്പ് ഉണ്ടെന്നോ അല്ലെങ്കിൽ എത്ര രാജ്യങ്ങളുടെ നാണയങ്ങൾ ഉണ്ടെന്നോ എത്ര തരത്തിലുള്ള നാണയങ്ങൾ ഉണ്ടെന്നോ എന്ന് പറയുന്നത് പോലെ തന്നെ ഉള്ള ഒരു വികാരം തരുന്നതാണ്. എന്തുകൊണ്ട് പക്ഷികൾ എന്നുള്ള ഒരു ചോദ്യം വരും അല്ലേ? എന്താണ് പക്ഷി നിരീക്ഷണം? എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും ഇന്നിപ്പോ ഗ്രൂപ്പിൽ കയറിയ അല്ലെ നമ്മൾ മീറ്റിംഗിൽ കയറിയവർക്ക് എല്ലാവർക്കും അറിയാം. കാരണം പക്ഷി നിരീക്ഷണം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഹോബിയാണ്. ലോകത്തിലെ അമേരിക്കയിലെ ഏറ്റവും പോപ്പുലർ ഹോബിയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം പക്ഷി നിരീക്ഷകരുള്ളത് കേരളത്തിലാണ്. വളരെ ശക്തമായ ഒരു പക്ഷി നിരീക്ഷക സംഘം കേരളത്തിലുണ്ട് എന്ന് വളരെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റും. അതിനുള്ള കാരണം പക്ഷികളുടെ ഒരു വലിയ ഹോട്ട്സ്പോട്ട് ആയിട്ടുള്ള പശ്ചിമഘട്ടത്തിലെ ആണ് നമ്മൾ താമസിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിനകത്ത് തന്നെ ധാരാളം പക്ഷികൾ ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് പക്ഷി നിരീക്ഷകർക്ക് വളരെ ഒരുപാട് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേരളം. അപ്പോ നമുക്ക് പക്ഷികളെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തിനാണ് നമുക്ക് പക്ഷികളെ കുറിച്ച് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് പക്ഷികളുടെ പ്രാധാന്യം എന്നുള്ളത് നമ്മൾ ആദ്യം പറയേണ്ടിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ. ഒന്ന്, നമുക്ക് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഭക്ഷണ സ്രോതസ് ഈ ആനിമൽ പ്രോട്ടീൻ എന്ന് പറയും. നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു വിഭാഗമാണ് പ്രോട്ടീനുകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അതിൽ ഏറ്റവും എന്താ പറയുക, ന്യൂട്രിയന്റ് റിച്ച് ആയിട്ടുള്ളത് ആനിമൽസിൽ നിന്ന് കിട്ടുന്ന, മൃഗങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീനാണ്. അതിൽ ഏറ്റവും അധികം നമ്മൾ കൺസ്യൂം ചെയ്യുന്ന പ്രോട്ടീനും പക്ഷികളുടെ പ്രോട്ടീനാണ് അല്ലെ? നമ്മൾ ചിക്കൻ ആയിരുന്നാലും താറാവായിരുന്നാലും കാടയായിരുന്നാലും ഒക്കെ ഏറ്റവും കൂടുതൽ മാംസം നമ്മൾ കഴിക്കുന്നത് മിക്കവാറും
പക്ഷികളുടെ മാംസമാണ്. അപ്പൊ ആ ഒരു രീതിയിൽ പക്ഷികൾക്ക് ധാരാളം നമ്മുടെ നിത്യജീവിതത്തിൽ വേറെ ഒന്നും ഇല്ലെങ്കിലും പ്രാധാന്യമുണ്ട്. പിന്നെ നമ്മുടെ ധാരാളം കഥകളിൽ, പുരാണങ്ങളിലും നാടോടി കഥകളിലും എല്ലാം പക്ഷികൾ ഒരു വലിയ ഒരു എന്താ പറയാ ഒരു 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 കഥാപാത്രം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിട്ട് വരും. കുടത്തിൽ കല്ലിട്ട കാക്കയായിരുന്നാലും, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ രാവണൻ വെട്ടി വീഴ്ത്തിയ ജഡായു ആയിരുന്നാലും എല്ലാം നമ്മുടെ ഒരു എന്താ പറയാ ഒരു കഥകളിൽ നമ്മൾ ഒരുപാട് ഈ പക്ഷികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ എന്താണ് പറയാ സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെയും ഒക്കെ ഭാഗമായിട്ട് പക്ഷികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതുപോലെ തന്നെ പക്ഷികൾക്ക് ഇക്കോളജിയിൽ, അതായത് പ്രകൃതിയിൽ ധാരാളം ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. പ്രകൃതിയിൽ ധാരാളം ജോലികൾ ചെയ്യുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഒരു മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ നിന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയിൽ നമുക്കറിയാം കാക്ക, കഴുകൻ പോലെയുള്ള പക്ഷികൾ നമ്മുടെ എന്താ പറയാ പ്രകൃതിയിൽ വേസ്റ്റ് അടിഞ്ഞുകൂടുന്നത്, നമ്മുടെ ചുറ്റുവട്ടത്തും മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് നീക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിത്ത് വിതരണം, പരാഗണം പോലെയുള്ള പ്രധാനപ്പെട്ട ജോലികൾ പക്ഷികൾ ചെയ്യുന്നുണ്ട്. താഴെ ഇടത് മൂലയില് ഒരു പടം, വെളുത്ത പാറക്കെട്ടുകളുടെ ഒരു പടം നിങ്ങൾ കാണുന്നുണ്ടാവും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതായത് ആ പാറകളുടെ ശരിക്കത്തെ നിറം ഏറ്റവും അടിയിൽ കാണാൻ ഒരു ഡാർക്ക് ബ്രൗൺ കളർ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള പാറക്കെട്ടുകളാണ്. അത് മുഴുവൻ വെളുത്തിരിക്കുന്നത് പക്ഷിക്കാഷ്ടം കൊണ്ട് നിറഞ്ഞിട്ടാണ്. അതിന്റെ മുകളിലൊരു കറുത്ത കുത്തുകുത്തായിട്ട് കാണുന്നത് കോർമറന്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നീർക്കാക്ക വിഭാഗത്തിൽപ്പെട്ട പക്ഷികളാണ്. ഇവയുടെ കാഷ്ടം വീണ് ആണ് അത് മുഴുവൻ വെളുത്ത കളറിലിരിക്കുന്നത്. അപ്പൊ പക്ഷി കാഷ്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് അതിനകത്തൊരു വെളുത്ത ഭാഗം ഉണ്ടാവും. വെളുത്ത ഭാഗം എന്ന് പറയുന്നത് യൂറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു വസ്തുവാണ്. അത് നമ്മുടെ യൂറിയ നമ്മൾ വിസർജിക്കുന്നത് പോലെ, മൂത്രത്തിലൂടെ വിസർജിക്കുന്ന പോലെ പക്ഷികൾക്ക് യൂറിക് ആസിഡ് ആയിട്ടാണ് വിസർജിക്കാൻ പറ്റുന്നത്. അത് സോളിഡ് ആണ്, ഖരവസ്തുവാണ്. അപ്പൊ അത് ആൾക്കാര് പണ്ട് മുതലേ ശേഖരിച്ച്, കാരണം ഇത്രയും ധാരാളം മാസീവ് ആയിട്ട് വലിയ ശേഖരങ്ങളായിട്ട് പല സ്ഥലങ്ങളിലും കാണപ്പെടും. അങ്ങനെ അത് ശേഖരിച്ചിട്ട്, ഇത് നൈട്രജന്റെ ഒരു വലിയ സോഴ്സ് ആണ്. അപ്പോൾ യൂറിയയുടെ വ്യാവസായികമായ ഉൽപാദനം നടക്കുന്നതിന് മുന്നേ ഇതായിരുന്നു നമ്മുടെ കൃഷിക്കുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വളങ്ങളിൽ ഒന്ന്. അപ്പൊ ഇതുപോലെ ധാരാളം, അതുപോലെ മൂങ്ങകള്, എലികളെ പിടിക്കുന്ന മൂങ്ങകൾ കർഷകന്റെ മിത്രങ്ങളാണെന്നൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പൊ പുതിയതായിട്ട് നമ്മൾ ധാരാളം പക്ഷികളെ അരുമ മൃഗങ്ങളായിട്ടും വളർത്തുന്നുണ്ട്. അപ്പൊ ഇതുപോലെ പക്ഷികൾ മനുഷ്യരുടെ ജീവിതത്തിൽ ധാരാളം ഒരുപാട് റോളുകൾ എടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പക്ഷികളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും അവയുടെ സംരക്ഷണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന്റെ ഭാഗമായിട്ട് വളരെ രസകരമായിട്ടും ആസ്വദിച്ചും ചെയ്യാവുന്ന ഒരു ഹോബിയാണ് പക്ഷി നിരീക്ഷണം എന്ന് പറയുന്നത്. പക്ഷി നിരീക്ഷണം നമ്മളിത് സ്കൂളിൽ പഠിക്കുന്നത് പോലെ പഠിക്കാനോ, അതല്ല പക്ഷികളുടെ സംരക്ഷണത്തിന് വേണ്ടി അധ്വാനിക്കാനോ താല്പര്യമില്ലാത്തവർക്ക് പോലും നമ്മുടെ ചുറ്റുവട്ടം കണ്ട് ആസ്വദിക്കാനും അവയുടെ സൗന്ദര്യം മനസ്സിലാക്കാനും എല്ലാം ഉതകുന്ന ഒരു ഹോബിയാണ് പക്ഷി നിരീക്ഷണം. തികച്ചും വളരെ ഗ്രാറ്റിഫൈങ് എന്ന് പറയാം, വളരെ നമുക്ക് സന്തോഷവും നമുക്ക് ഒരു ചാരിതാർത്ഥ്യവും ഒക്കെ തോന്നുന്ന ഒരു ഹോബിയാണ് പക്ഷി നിരീക്ഷണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യര് പണ്ട് മുതലേ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു ജീവിയാണ്, അല്ലെ? നമ്മളെല്ലാവരും ഇപ്പൊ ഇതിനകത്ത് പക്ഷി നിരീക്ഷകരല്ലാത്ത പുതിയതായിട്ടുള്ള പക്ഷി നിരീക്ഷകരൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ പക്ഷി നിരീക്ഷണത്തിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളെ ചെറുപ്പത്തില് കുട്ടികളായിരിക്കുമ്പോൾ, കുട്ടികൾ കുറച്ച് പേരുണ്ടെന്നറിയാം, എന്നാലും ആകാശത്ത് നോക്കി പരുന്ത് പറക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ട് നിന്നിട്ടില്ലേ? അതുപോലെ തന്നെ കുറച്ചും കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മീൻകൊത്തിയുടെ നീല കളറും അല്ലെങ്കിൽ മരം കൊത്തിയുടെ ചുവന്ന പൂവും, അതല്ലെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് അടുത്ത് കാണാൻ പറ്റുന്ന ചില പക്ഷികളുടെ തൂവലുകളുടെ നിറവും ഭംഗിയൊക്കെ കണ്ട് നമ്മൾ ആസ്വദിച്ച് അത്ഭുതപ്പെട്ട് നിന്ന ഒരു കാലം നമുക്കുണ്ടാവും. ആ ഒരു ചെറുപ്പം നിലനിർത്താനും എല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹോബിയാണ് പക്ഷി നിരീക്ഷണം. പക്ഷി നിരീക്ഷണത്തിന് അങ്ങനെ ഇന്ന പ്രായത്തിലുള്ളവരുടെ ഒരു ഹോബിയാണ് എന്ന് ഇല്ല. ഇതില് ഏതാണ്ട് മുഴുവൻ ചിത്രങ്ങളും എൻ്റെ സുഹൃത്തുക്കളുടെ ചിത്രങ്ങളാണ്. എൻ്റെ കൂടെ പക്ഷി നിരീക്ഷണം
നടത്തുന്ന അല്ലെങ്കിൽ എന്നോടൊപ്പം പക്ഷി നിരീക്ഷണം നടത്തിയ ആൾക്കാരാണ്. അതിൽ നമുക്ക് കാണാം അല്ലേ, നമ്മുടെ ചെറിയ കുഞ്ഞു കുട്ടികൾ മുതൽ ഒരുപാട് മുതിർന്ന ആൾക്കാർ വരെ പക്ഷി നിരീക്ഷണത്തിൽ ഇടപെടുന്നുണ്ട്. ഇവരെല്ലാവരും ഈ ചിത്രത്തിൽ കാണുന്ന എല്ലാവരും നല്ല ഒന്നാം തരം പക്ഷി നിരീക്ഷകരാണ് എന്നുകൂടെ ഞാൻ പറയുന്നു. അപ്പൊ അതുകൊണ്ട് ഏത് പ്രായത്തിലുള്ളവർക്കും അവരുടെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലുള്ളവർക്കും കടന്നു വരാൻ പറ്റുന്ന ഒരു വളരെ രസകരമായിട്ടുള്ളതും അഡ്വഞ്ചറസ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ധാരാളം നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്നതായിട്ടുള്ള ഒരു ഹോബി ആണ് പക്ഷി നിരീക്ഷണം. ഇതൊരു വെറും ഹോബി എന്ന് മാത്രമല്ല, അല്ലെങ്കിൽ സ്റ്റാമ്പോ നാണയങ്ങളോ ശേഖരിക്കുന്നത് പോലെ ഉപരിപ്ലവമായിട്ടുള്ള നോക്കുമ്പോൾ സ്റ്റാമ്പ് ശേഖരണത്തിൽ നാണയ ശേഖരത്തിൽ ധാരാളം കാര്യങ്ങളുണ്ട്. പക്ഷെ എന്നാലും ഈ പക്ഷി നിരീക്ഷണത്തിലൂടെ നമ്മൾ പ്രകൃതിയെ മനസ്സിലാക്കാനും അതിലേക്ക് നമുക്ക് പ്രകൃതിയിലേക്ക് അല്ലെങ്കിൽ ഇത്തരം ജീവികളുടെ പ്രാധാന്യം തിരിച്ചറിയാനും അവയെ സംരക്ഷിക്കാനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് നേരിട്ടോ അല്ലാതെയോ കോൺട്രിബ്യൂട്ട് ചെയ്യാനും കൂടെ ഈ പക്ഷി നിരീക്ഷണം എന്ന് പറയുന്ന ഹോബിയിലൂടെ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. ഇനി പക്ഷി നിരീക്ഷണത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏറ്റവും ആദ്യം വരിക ഒരു വലിയ ക്യാമറ ആയിരിക്കും. കാരണം പക്ഷി നിരീക്ഷിക്കണം എന്നുണ്ടെങ്കിൽ, പക്ഷി നിരീക്ഷകനാകണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്യാമറ വേണ്ടി വരും എന്ന് അല്ലെ, ഒരു പൊതുബോധം നമുക്കുണ്ടാവും. പക്ഷെ എന്നാൽ അത് തികച്ചും തെറ്റാണ്. ഒരു പക്ഷി നിരീക്ഷകനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു വസ്തു എന്ന് പറയുന്നത് കയ്യിൽ ഒരു ചെറിയ നോട്ട് പുസ്തകമാണ് വേണ്ടത്. ഒരു ബുക്കും ഒരു പേനയും ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പക്ഷി നിരീക്ഷകനാകാം. ഇനി പക്ഷി നിരീക്ഷണം എന്നുള്ള ആണ് പറയുക അല്ലെ, പക്ഷി നോട്ടം എന്നല്ല പറയാം. നോക്കുന്നതും നിരീക്ഷിക്കുന്നതും തമ്മിൽ ധാരാളം വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ കാണുന്നത്, സിനിമ കാണുക എന്നാണ് നമ്മൾ പറയുക അല്ലെ, സിനിമ നിരീക്ഷിക്കുന്നു എന്ന് പറയില്ല. നിരീക്ഷിക്കുന്നവരുണ്ടാവാം. അപ്പൊ ഈ കാണുന്നത് നിരീക്ഷിക്കുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? കാണുന്നത് എന്ന് പറഞ്ഞാൽ അതിലൂടെ, അതായത് നമ്മളെ എന്താ പറയാ, മുന്നിലൂടെ പോകുന്ന സാധനത്തിനെ നമ്മൾ കണ്ണുകൊണ്ട് കാണുകയും അത് തലച്ചോറിന്റെ എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു പോകുന്നു മാത്രമേ ഉള്ളൂ. അത് ആരാണെന്നോ എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, തലച്ചോറ് ഉപയോഗിക്കുന്നില്ല. പക്ഷെ നമ്മൾ ഈ കാണുന്ന സാധനത്തിനെ മനസ്സിലാക്കി അപഗ്രഥിച്ച് അതിനകത്തുള്ള സൂക്ഷ്മമായ പല കാര്യങ്ങളും വിശകലനം ചെയ്യുമ്പോഴാണ് നോട്ടം നിരീക്ഷണമായി മാറുന്നത്. അപ്പോൾ അതിന് നമ്മൾ കണ്ട കാര്യങ്ങൾ എഴുതുകയോ വരയ്ക്കുകയോ ഒക്കെ ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ പക്ഷി നിരീക്ഷകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് ഒരു പേപ്പറും അല്ലെങ്കിൽ ഒരു ചെറിയ പുസ്തകവും പേനയുമാണ്. ഇപ്പൊ ഇതിന്റെ കാലം പിന്നെയും മാറി. ഇപ്പൊ നമുക്ക് ഇതിനെല്ലാം മൊബൈലുണ്ട്, എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഉണ്ടായിരിക്കാം. ആരും കയ്യില് പേപ്പറും അല്ലെങ്കിൽ നോട്ട് ബുക്കും പേനയും കൊണ്ട് നടക്കുന്നവർ വളരെ അപൂർവമായിരിക്കാം, ഞാൻ ഉൾപ്പെടെ. ഇപ്പൊ നമ്മൾ ഇതിനെല്ലാം മൊബൈൽ ഫോണിലൂടെ നമുക്ക് നോട്ടുകൾ എഴുതാനോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലൂടെ നമ്മുടെ നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്താനോ ഒക്കെ ഉള്ള വളരെ രസകരവും എന്റർടൈനിങ്ങും അതുപോലെ തന്നെ നമുക്ക് നോട്ട് ബുക്കിൽ എഴുതുന്ന പോലെ തന്നെ എഴുതാനുള്ള സൗകര്യങ്ങളൊക്കെ ഇപ്പോഴുണ്ട്. ഇനി നമ്മൾ ഒരു തുടക്കത്തിൽ നമ്മൾ ഇങ്ങനെ കയ്യിൽ ഒരു പുസ്തകവും കൊണ്ട് നമ്മൾ നടന്ന് നമ്മൾ കാണുന്ന പക്ഷികൾ, അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള പക്ഷികളെല്ലാം നിരീക്ഷിച്ച് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം, എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. ഈ എക്സ്പീരിയൻസ് ആവുമ്പോഴാണ് നമ്മൾ ഒരു അടുത്ത തലത്തിലേക്ക്, പക്ഷി നിരീക്ഷണത്തിന്റെ അടുത്ത തലത്തിലേക്ക് പോകുന്നത്. അപ്പൊ അവിടെ നമുക്ക് കുറച്ചും കൂടെ ശ്രദ്ധയോടെ നമുക്കറിയാവുന്ന, ഇപ്പൊ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പക്ഷി നിരീക്ഷകരല്ലാത്ത ആൾക്കാർക്ക് വളരെ കുറച്ചു പേർക്ക് നമ്മുടെ നാട്ടിൽ കാണുന്ന കാക്ക രണ്ടിനം കാക്കകളുണ്ട് എന്ന് അറിയണ്ടാവുള്ളൂ. വളരെ കുറച്ചു പേർക്ക് അറിയുന്നുണ്ടാവും. നിങ്ങൾക്ക് അത് അറിയാമെന്നുണ്ടെങ്കിൽ, അത് പക്ഷി നിരീക്ഷകനല്ലാത്ത ഒരാളാണ്, നിങ്ങൾക്ക് അങ്ങനെ 2 തരം കാക്കകൾ ഉണ്ട് എന്ന് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ നല്ലൊരു നിരീക്ഷകനാണെന്ന് മനസ്സിലാക്കാം. പക്ഷെ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ആദ്യം കാണുമ്പോൾ ഈ വ്യത്യാസങ്ങൾ മനസ്സിലാകാതിരിക്കുകയും പിന്നെ വരച്ച് നമ്മുടെ സൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെ നമുക്കിത് 2 ഇനം, കാരണം ചില കാക്കകളുടെ കഴുത്ത് ചാര നിറത്തിലും ചില കാക്കകളുടെ കഴുത്ത് കറുത്ത നിറത്തിലുമാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതൊന്നും ആദ്യമൊന്നും നമുക്കത് തിരിച്ചറിയാൻ പറ്റണമെന്നില്ല. പക്ഷെ പിന്നീട് മനസ്സിലാവും. അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ എന്താ പറയാ, സാധാരണ കാണാത്ത എന്ന് വേണമെങ്കിൽ പറയാം, സാധാരണമായിട്ടുണ്ടാവും പക്ഷെ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്ന പക്ഷികളൊക്കെ നമുക്ക് ചുറ്റുമുണ്ടെന്ന് മനസ്സിലാക്കും. അപ്പൊ കുറച്ചും കൂടെ
ഉയർന്ന തരത്തിലുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ ശ്രദ്ധയോടുകൂടി വേണ്ട നിരീക്ഷണങ്ങൾ ആവശ്യമുള്ള സമയമായി എന്ന് തോന്നുമ്പോൾ നമുക്കൊരു ബൈനോക്കുലറിന്റെ ആവശ്യം വരും. ബൈനോക്കുലർ പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്നത് 8x എന്ന് പറയുന്ന ഗണത്തിലുള്ള ബൈനോക്കുലറാണ്. 2 തരത്തിലുള്ള ബൈനോക്കുലറുകൾ വരും. 8x 10x അത് കഴിഞ്ഞൊരു 40 എന്നൊക്കെ ഉണ്ടാവും, 40 20 എന്നൊക്കെ ഉണ്ടാവും. അപ്പൊ 8 അല്ലെങ്കിൽ 10 x ഉള്ള ഒരു ബൈനോക്കുലർ ആണ് ഒരു പക്ഷി നിരീക്ഷകന് ആവശ്യമായിട്ടുള്ള ബൈനോക്കുലർ. അതൊന്നും തുടക്കത്തിൽ നമുക്ക് വാങ്ങണം എന്നൊന്നും ഇല്ല. നമുക്കൊരു പുസ്തകവും പേനയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ പക്ഷി നിരീക്ഷണം എത്ര നേരം വേണോ നമുക്ക് പക്ഷി നിരീക്ഷണം ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്കൊരു അതിനപ്പുറത്തേക്ക് എത്തുമ്പോൾ ഒരു ബൈനോക്കുലർ ഉണ്ടെങ്കിൽ നല്ലതല്ല, വളരെ നല്ലതാണ്. അതുപോലെ ധാരാളം പുസ്തകങ്ങൾ നമ്മൾ പിന്നീട് വായിച്ചു തുടങ്ങേണ്ടി വരും. അതിൽ 2 പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഒരു പക്ഷി നിരീക്ഷകൻ അറിഞ്ഞിരിക്കണം. അത് ഒന്ന് കേരളത്തിലെ പക്ഷികൾ എന്ന് പറഞ്ഞ KK നീലകണ്ഠൻ എന്ന് പറയുന്ന കേരളത്തിലെ പക്ഷി നിരീക്ഷകരുടെ കുലഗുരുവായിട്ടുള്ള KK നീലകണ്ഠൻ, ഇന്ദുചൂടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന നീലകണ്ഠൻ മാഷുടെ പുസ്തകം, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കുന്ന പുസ്തകം. അതുപോലെ മറ്റൊന്ന് ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ് എന്ന് പറഞ്ഞ സലീം അലിയുടെ പുസ്തകം. സലീം അലിയെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഓക്കെ, അപ്പൊ ഇതുപോലെ ഏതെങ്കിലും ഒരു പുസ്തകം നമ്മുടെ വാങ്ങണം എന്നൊന്നുമില്ല, നമുക്ക് അടുത്തുള്ള ലൈബ്രറികളിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ ഈ പുസ്തകമൊക്കെ എല്ലാ ലൈബ്രറികളിലും ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള പക്ഷി നിരീക്ഷകരുടെ അടുത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒരു ഫീൽഡ് ഗൈഡും ഒരു ബൈനോക്കുലറും ഇതിന്റെ ഒരു ഉയർന്ന തലത്തിലേക്ക് എത്തിയാൽ നമുക്ക് വേണമെങ്കിൽ കൈവശം വയ്ക്കാം. അപ്പോൾ ഇത്രയാണ് ഒരു പക്ഷി നിരീക്ഷകന് വേണ്ട ആയുധങ്ങൾ. ഇനി പക്ഷികൾ എന്താണ് എന്ന് കൂടെ പറയേണ്ടതുണ്ട്. കാരണം പറക്കുന്നതെല്ലാം പക്ഷികളല്ല എന്ന് നമുക്കറിയാം. അപ്പൊ പിന്നെ എപ്പോഴാണ് ഒരു ജീവി ഒരു പക്ഷിയാണെന്ന് നമ്മൾ തിരിച്ചറിയാം? നട്ടലുള്ള ജീവികളില് നട്ടലുള്ളതും തൂവലുള്ളതുമായിട്ടുള്ള ജീവികളെയാണ് പക്ഷികൾ എന്ന് പറയുന്നത്. അത് നമ്മള് ഈ എന്താ പറയാ വർഗീകരണം, ടാക്സോണമി ഒരു സയൻസിൽ ഒരു പ്രധാനപ്പെട്ട, ബയോളജിക്കൽ സയൻസിൽ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. കാരണം നമുക്ക് എന്തിനെങ്കിലും ഒരു പേരിട്ട് വിളിക്കണമെങ്കിൽ അത് എന്താണ് ആ വസ്തു എന്ന് നമുക്ക് അറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോ അതുകൊണ്ട് എല്ലാ മൃഗങ്ങളും, ഇതിനെ അറിയാത്ത കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര വിശദീകരിച്ച് പറയുന്നത്. അപ്പൊ എല്ലാ ലോകത്തുള്ള നമ്മൾ മനുഷ്യർ കണ്ടെത്തിയിട്ടുള്ള എല്ലാ ജീവികളെയും ചേർത്ത് വച്ച് അവര് പരിണമിച്ച് എങ്ങനെയാണോ ഉണ്ടായത് അതിന്റെ നമുക്കറിയാവുന്ന വസ്തുതകൾ വച്ച് കൂട്ടിച്ചേർത്ത് നമ്മളൊരു ഒരു തരംതിരിക്കൽ നടത്തിയിട്ടുണ്ട്. ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയും, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നാണ് അത് പറയാം. അത് നമുക്ക് കണ്ണിൽ കാണാത്ത വൈറസ് മുതൽ നീലത്തിമിംഗലം പോലെയുള്ള ഏറ്റവും വലിയ ജീവിയെ വരെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെയാണ് ടാക്സോണമി എന്ന് പറയുന്നത്. അതിന്റെ അകത്ത് പല പല തട്ടുകളിലായിട്ട് നമ്മൾ ജീവികളെ ഉൾപ്പെടുത്തുന്നു. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മനുഷ്യനും മുതലയും കാക്കയും എടുക്കാം. ഓക്കെ, അപ്പൊ മനുഷ്യനും മുതലയും കാക്കയും മൂന്ന് തരം ജീവികളാണ്. 3 സ്ഥലങ്ങളിൽ ജീവിക്കുന്നതാണ്, അല്ലെങ്കിൽ മൂന്നിനെയും കാണാൻ പലതുപോലെ ഇരിക്കുന്നു. പക്ഷെ ഇവർ തമ്മിൽ സാമ്യതകളുണ്ട്. കുറെ കാര്യങ്ങളിൽ സിമിലാരിറ്റി ഉണ്ട്, കുറെ കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ സാമ്യങ്ങളെല്ലാം കൂടെ ചേരുമ്പോൾ ഇതിനെ എല്ലാത്തിനെയും ഒരു കുടുംബത്തിൽ ചേർത്താൻ പറ്റും. വ്യത്യാസങ്ങളിലേക്ക് വരുമ്പോൾ ഇത് 3 തരം ജീവികളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ പട്ടികയിൽ അതിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് 3, കാരണം എന്നോട് ടാക്സോണമി ഒന്ന് വിശദീകരിക്കണം എന്ന് അത് അനുസൃത പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു അല്പം കൂടെ പറയാം. അതായത് ഇതിന് ഏറ്റവും അടിസ്ഥാനമായിട്ട് ജീവികളെ എല്ലാത്തിനെയും ഒരു 3 തരം അല്ലെങ്കിൽ 4 തരത്തില് തിരിച്ചിട്ടുണ്ട്. 4 തരം, അതായത് മൊണീറ, പ്രോട്ടിസ്റ്റ, പിന്നെന്താ ഫംഗൈ, പ്ലാന്റ്, ആനിമേലിയ, 5 തരത്തിൽ തിരിച്ചിട്ടുണ്ടെന്ന് പറയാം. ഇതിനെയാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള, അതിനെ കിങ്ഡം എന്നാണ് പറയുക, കിങ്ഡം. അപ്പൊ അതിന്റെ അകത്ത് മൃഗങ്ങൾ എല്ലാം വരുന്നത് അതായത് എന്താ പറയാ, ഒച്ചുകൾ മുതല്, കടലിൽ കാണുന്ന സ്പഞ്ചുകൾ മുതല്, ഞണ്ട്, പാറ്റ, പഴുതാര, മനുഷ്യര്, കാക്ക, ഇതുപോലെ എല്ലാ ജീവികളെയും ചേർത്ത്, അതായത് ചെടികളോ ഫംഗസോ ബാക്ടീരിയ വൈറസോ അതുപോലെ ചില പ്രോട്ടോസോവ എന്ന് പറയും, ഇവരൊഴികെ ബാക്കിയുള്ളതിനെ എല്ലാത്തിനെയും ചേർത്തിരിക്കുന്ന ഗ്രൂപ്പിനെയാണ് കിങ്ഡം, ആനിമേലിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആനിമൽ കിങ്ഡം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് നട്ടലുള്ള ജീവികളെ കോർഡേറ്റ
അതായത് കശേരുക്കളുള്ള ജീവി എന്നാണ് അതിന്റെ അർത്ഥം. കോർഡാറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ. അതിന്റെ അകത്ത് നിങ്ങൾ നോക്കിയാൽ തവള വരും, പക്ഷികൾ വരും, സസ്തനികൾ വരും, അതായത് മനുഷ്യൻ, മുയല്, പശു ഇതുപോലെയുള്ള ജീവികൾ, പക്ഷികളും അതിന്റെ അകത്ത് വരും. ഓക്കെ, അപ്പൊ നട്ടലുള്ള ജീവികളാണ് പക്ഷികൾ. അതിനകത്ത് തൂവലുകളുള്ള മൃഗങ്ങളെയാണ് അതിനെ ക്ലാസ് എന്ന് കണ്ടിരുന്നത്. നിങ്ങൾ കണ്ടല്ലോ അല്ലെ, ക്ലാസ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ ആണ് ഏവ്സ് എന്ന് പറയുന്ന ക്ലാസ് ഉള്ളത്. അതാണ് പക്ഷികളുടെ കുടുംബം, ആ കുലം എന്ന് പറയാം. അതിനകത്ത് പിന്നെ പലതരത്തിൽ, ഇപ്പൊ നിങ്ങൾക്കറിയാം കാക്കയും മയിലും താറാവും എല്ലാം 3 പക്ഷികളാണ്. പക്ഷെ ഇതിന് മൂന്നിനും 3 തരത്തിലുള്ള ജീവിത രീതികളാണുള്ളത്. അല്ലെങ്കിൽ ചിലത് മരത്തിലായിരിക്കും, ചിലത് വെള്ളത്തിലായിരിക്കും. അപ്പൊ അങ്ങനെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ് പരിണമിച്ചിട്ടുണ്ടായിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇതിൽ വെച്ചിട്ട് സിമിലാരിറ്റികളും ഡിസിമിലാരിറ്റിയും വെച്ച് വീണ്ടും ഓർഡർ ആയിട്ടും ഫാമിലി ആയിട്ടും ജീനസ് ആയിട്ടും അവസാന സ്പീഷീസ് ആയിട്ടും ഇതിനെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോ കിങ്ഡം ആനിമേലിയയില് നട്ടലുള്ള ജീവികളായ കോർഡേറ്റയിൽ പെടുന്ന ഏവ്സ് എന്ന് പറയുന്ന ക്ലാസ്സിലാണ്, അതായത് നട്ടലുള്ള തൂവലുള്ള ജീവികളെയാണ് പക്ഷികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വവ്വാല് പക്ഷിയല്ല. കാരണം എന്താ, വവ്വാലിന് നട്ടലുണ്ട്, പക്ഷെ എന്താ തൂവലില്ല, പറക്കും, പക്ഷെ ഇതൊന്നുമില്ല. പൂമ്പാറ്റ എടുത്ത് നോക്കൂ, പൂമ്പാറ്റ എടുത്തു കഴിഞ്ഞാൽ പൂമ്പാറ്റയ്ക്ക് നട്ടലും ഇല്ല തൂവലും ഇല്ല. അപ്പൊ ഇത് മൊത്തത്തിൽ വേറെ ഒരു ഫൈലത്തിൽ തന്നെ വരുന്ന ജീവിയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിനെ തരംതിരിച്ചിട്ടുള്ളത്. ഇനി എത്ര പക്ഷികൾ ലോകത്തുണ്ട്, എത്ര ഇനം പക്ഷികൾ ലോകത്തുണ്ടാവും? നിലവിലെ അറിവനുസരിച്ച് ഏകദേശം 10,000-ൽ പരം സ്പീഷീസ് പക്ഷികളാണ് ലോകത്തുള്ളത്. അതിൽ നമുക്ക് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ ഏതാണ്ട് 500, 550, 600 താഴെയാണ്. അതിലേക്ക് അതിനകത്ത് തന്നെ 500-ൽ തന്നെ കുറെ അധികം പക്ഷികൾ എല്ലാ കാലത്തും വരാറില്ല. അവര് ദേശാടന പക്ഷികളായിരിക്കും. കുറെ അധികം പക്ഷികൾ ഇവിടെ തന്നെ ഉള്ളതാണ്. പിന്നെ ഒരു 10-ഓ 20-ഓ പക്ഷികൾ വഴിതെറ്റിയൊക്കെ ചിലപ്പോൾ വരും. വളരെ അപൂർവം കൊടുങ്കാറ്റിലൊക്കെ പെട്ട് വഴിതെറ്റിയൊക്കെ വന്ന് അങ്ങനെ ചില അപൂർവം പക്ഷികളെ അങ്ങനെയും നമ്മുടെ നാട്ടില് കാണാറുണ്ട്. ഇനി നമ്മള് പക്ഷി നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാകെ നമ്മൾ കാക്കയും മൈനയും മാത്രം കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോ നമ്മൾ പക്ഷികളെ എവിടെയൊക്കെ കാണും? കാരണം ഒരു പൊതുധാരണ എന്ന് പറയുന്നത് പക്ഷികൾ ആകാശത്ത് ഇങ്ങനെ പറന്നു നടക്കുന്നവരാണ് പക്ഷികൾ എന്നുള്ള ഒരു ഐഡിയ ആണ്. പക്ഷെ നമുക്കറിയാം പെൻഗ്വിൻ എന്ന് പറയുന്നത് ഒരു പക്ഷിയാണ്, പക്ഷെ അതിന് പറക്കാനുള്ള കഴിവില്ല. അല്ലെങ്കിൽ കോഴി, ഒട്ടകപ്പക്ഷി, ഇവർക്കൊന്നും പറക്കാൻ കഴിവില്ല. പക്ഷെ ഇവര് ഈ പറയുന്ന പക്ഷികളെല്ലാം എല്ലാ സ്ഥലങ്ങളിലും ഇല്ലതാനും. അപ്പോ ഓരോ പക്ഷികൾക്കും അവരവരുടേതായിട്ടുള്ള ആവാസ വ്യവസ്ഥകളുണ്ട്. അത് വളരെ പ്രധാനമാണ്. അതപ്പോ നമ്മൾ ഒരു കടൽ തീരത്ത് പോയാൽ കാണുന്ന പക്ഷികളായിരിക്കില്ല ഒരു നഗരത്തിൽ കാണുക. നഗരത്തിൽ കാണുന്ന പക്ഷികളെല്ലാം തന്നെ ഒരു പക്ഷേ നമുക്ക് ഒരു ഗ്രാമത്തിൽ പോയാൽ കാണാൻ പറ്റില്ല. അവിടെയും ഇല്ലാത്ത പക്ഷികളായിരിക്കും ചിലപ്പോൾ കാട്ടിനുള്ളിൽ പോയാൽ ഉണ്ടാവുക. അതേപോലെ തന്നെ ആ കാട്ടിനകത്ത് തന്നെ ഒരു മലയുടെ മുകളിൽ കയറിയാൽ മലയുടെ മുകളിൽ കാണുന്ന പക്ഷികളായിരിക്കില്ല മലയുടെ അടിവാരത്തുണ്ടാവുക. അപ്പൊ ഇതുപോലെ പല പല സ്ഥലങ്ങളിൽ, ഭൂമിയുടെ പല പല തട്ടുകളിലും പല സ്ഥലങ്ങളിലും പല സ്പീഷീസ് പക്ഷികൾ ഉണ്ടാവും. അതിനാണ് സോണേഷൻ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം, ഒരു കടൽ തീരത്തിന്റെ ഒരു ഉദാഹരണമാണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. അതിൽ കാണാല്ലേ, കടലിന്റെ ഹൈടൈഡിന്റെ ആ കടലിന്റെ മുകളിലൂടെ പറക്കുന്ന കടൽ കാക്കകൾ കടലിന്റെ മുകളിലായിരിക്കും. ഷിയർ വാട്ടറുകൾ എന്നൊക്കെ പറയുന്ന കടൽ പക്ഷികളുണ്ട്. അവരൊന്നും കരയിലേക്ക് വരികയില്ല. അതേസമയം ഈ താഴെ ഒരു ചെറിയ പക്ഷിയെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഒറ്റ സെക്കൻഡ്, എന്റെ പോയിന്റർ കാണുന്നുണ്ടല്ലോ അല്ലെ അനു? കാണാം. ഓക്കെ, ലേസർ ഉണ്ടോ? ഇപ്പോഴും കാണാലോ അല്ലെ? അനു കാണുന്നുണ്ടോ? പോയിന്റർ കാണാം. യെസ്. ഓക്കെ. അപ്പൊ ഇത് കണ്ട, ഇത് പറക്കുന്നത് കടലിൽ. ഇവര് കരയിലേക്ക് വരില്ല. അതേസമയം ഈ പക്ഷി ഇതൊരു ഫ്ലോവർ ആണ്. ഇതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ താഴെ കിടക്കുന്ന ഈ ഒച്ചുകൾ പോലത്തെ ഈ ഇത്തരം ചെറിയ കടൽ തീരത്തിൽ ചെറിയ എന്താ പറയാ ഒച്ചുകളൊക്കെ ഉണ്ടാവും. അതിനെ മണ്ണിന്റെ അകത്തുള്ളതിനെ കൊത്തിപ്പറക്കി തിന്നുന്ന പക്ഷികളാണ്. അപ്പൊ ഇത് വേലി ഇറങ്ങുമ്പോ ഇവര് താഴേക്ക് പോകും, വേലി ഏറുമ്പോ അത് മെല്ലെ കരയുടെ ബാക്കിലേക്ക് ഇങ്ങോട്ട് പിന്നാലേക്ക് വരും. ഇനി കുറച്ചും കൂടെ മാർഷി ആയിട്ടുള്ള വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കാണുന്നതാണ് ഈ ഹെറണുകള്, അതുപോലെയുള്ള പക്ഷികൾ.
ഇനി അതിൽ നിന്ന് കുറച്ചും കൂടെ മാറിക്കഴിഞ്ഞാൽ ചെറിയ കുറ്റിക്കാടുകൾ ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന പക്ഷികൾക്ക് വേറെ ചില പ്രത്യേകതകളുണ്ടാകും. ഇതിനെയാണ് സോണേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഓരോ ആവാസ വ്യവസ്ഥ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരേ ആവാസ വ്യവസ്ഥയിൽ തന്നെ പല തട്ടുകളിൽ പലതരം പല ഇനത്തിൽപ്പെട്ട പക്ഷികൾ ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇതെല്ലാം പരിണാമത്തിലൂടെയാണ്. കാരണം അവര് കോമ്പറ്റീഷൻസ് അവോയ്ഡ് ചെയ്ത്, ഭക്ഷണത്തിന് വേണ്ടിയുള്ള അടിപിടികൾ അവോയ്ഡ് ചെയ്ത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന അവരുടെ അഡാപ്റ്റേഷനിലൂടെ അവരുടെ രൂപാന്തരം പ്രാപിച്ചാണ് ഇങ്ങനെയുള്ള പക്ഷികൾ പല ഇനങ്ങളായി മാറുന്നത്. അപ്പോ ഇനി നമുക്ക് ഞാൻ പറഞ്ഞില്ല അല്ലേ, ഒരു തുടക്കക്കാരൻ ഒരു പക്ഷേ പക്ഷികളെ അറിയില്ല എന്നുള്ള ധാരണയുണ്ടാവും. പക്ഷെ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയത്, ഈ ചിത്രത്തിൽ കാണുന്ന ഒരുവിധം പക്ഷികളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? നമ്മളൊരു നേരിട്ടുള്ള ക്ലാസ് ആണെങ്കിൽ ഞാൻ ഒരു പക്ഷെ ചോദിച്ചേനെ, ഇപ്പൊ ഈ പക്ഷി ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കുറച്ചു പേർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരു പക്ഷെ ഇതിനെ ഒരു തേൻകുരുവിന്നോ സൂചിമുഖിന്നോ ഹമ്മിങ് ബേർഡെന്നോ ഒക്കെ വിളിച്ചേനെ. ഇതിനെ എന്തെന്ന് പറഞ്ഞേനെ? ഇതിനെ ഒരു പക്ഷെ ഒരു സ്പാരോ എന്ന് നിങ്ങൾ വിളിച്ചേനെ. ഇതിനെ കണ്ടിട്ടൊരു മൈനയെ പോലെ ഉണ്ട്. ഇതിനെ കണ്ടിട്ടോ ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ, ഒരു കാക്കയെ പോലെ ഉണ്ട്. ഇതൊരു പരുന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും, ഇതൊരു കഴുകനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോ നമുക്ക് പക്ഷിയെ നേരിട്ട് കാണാതെ തന്നെ നമുക്ക് പക്ഷികളെ മനസ്സിലാക്കാൻ പറ്റും. അതിന് പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും വേണ്ട. കാരണം എന്താ, നമ്മുടെ ചുറ്റും ഇവരെല്ലാവരും എല്ലാ കാലത്തും നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരാണ്. എപ്പോഴൊക്കെയോ കണ്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോ ഒരു പക്ഷിയെ നമ്മൾ തിരിച്ചറിയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ നിരീക്ഷിക്കേണ്ട ആദ്യത്തെ 1-2 കാര്യങ്ങളിൽ പെടും അതിന്റെ സൈസും ഷേപ്പും. ഒരു ഉദാഹരണത്തിന് കഴുകന്റെ സൈസ്. നിങ്ങൾ ആരും കഴുകനെ കണ്ടിട്ടില്ല എന്നെനിക്ക്, അതായത് ഒരു വളരെ അപൂർവമായിട്ട് മാത്രമേ കഴുകനെ കണ്ടിട്ടുള്ളവരുണ്ടാവുള്ളൂ. നമ്മുടെ ഇപ്പൊ എത്ര പേരുണ്ട്? ഒരു 25 പേരെ ഞാൻ ഗ്രൂപ്പിൽ കാണുന്നുണ്ട്. അതിലൊരു മാക്സിമം പോയ ഒരു 15, 20, 10 പേര് കണ്ടിട്ടുണ്ടാവും. അതിനപ്പുറത്തേക്കുള്ളവരാരും കഴുകനെ കണ്ടിട്ടുണ്ടാവില്ല, നേരിട്ട് കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഒരു കഴുകന്റെ സൈസ് എത്ര ഉണ്ടാകും എന്ന് നമുക്ക് പല കാര്യങ്ങളിലൂടെ നമ്മുടെ ഇപ്പൊ ഇത്രയും കാലം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുത്ത അറിവിൽ നിന്ന് അറിയാൻ പറ്റും. അപ്പൊ ഒരു സൂചിമൂക്കിക്ക് കഴുകന്റെ സൈസ് ഉണ്ടാവില്ല എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പക്ഷി നിരീക്ഷണത്തിൽ ചെല്ലുമ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ പുസ്തകത്തിൽ എഴുതി വെക്കേണ്ടതോ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം ഇതിന്റെ സൈസ് എത്രയാണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ സൈസ് എത്രയാണെന്ന് നമുക്ക് അളന്ന് നോക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം തോന്നും. പക്ഷെ അങ്ങനെ അളക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം ഒരു കാക്കയുടെ സൈസ് എത്രയാണ്. അപ്പൊ നിങ്ങൾ കാണുന്ന ഒരു പക്ഷിക്ക് ഏകദേശം ഒരു കാക്കയെക്കാളും വലുതാണോ അല്ലെങ്കിൽ കാക്കയെക്കാളും ചെറുതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു ഉദാഹരണത്തിന് നിങ്ങൾ എല്ലാവരും ഒരു പക്ഷേ മീൻകൊത്തിയെ കണ്ടിട്ടാണോ? പൊന്മാൻ എന്ന് പറയുന്ന കഴുത്തിന്റെ അവിടെ വെള്ളയുള്ള നീല ചിറകൊക്കെ ഉള്ള ഒരു പക്ഷിയെ കണ്ടിട്ടുണ്ടാവും. അതിന്റെ സൈസ് എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ പറയും? കാക്കയെക്കാളും ചെറുതാണ്, ഒരു മൈനയെക്കാളും അല്ലെ മൈനയുടെ ഏറെക്കുറെ ഒരു മൈനയെക്കാളും അല്ലെങ്കിൽ മൈനയുടെക്കാളും കുറച്ച് ചെറുതോ കുറച്ച് വലുതോ ആണെന്ന് തോന്നുന്നു എന്ന് പറയും. അപ്പൊ അതാണ് അതിന്റെ ആദ്യത്തെ നിരീക്ഷണം, നമ്മുടെ ആദ്യത്തെ നിരീക്ഷണം. അപ്പൊ നമ്മുടെ നോട്ട് ബുക്കിലും അത് തന്നെ അങ്ങനെ തന്നെ എഴുതി വെക്കുക. അത് കഴിഞ്ഞാലോ പിന്നെ ഷേപ്പാണ്. ഇതിനകത്ത് മീൻകൊത്തിയുടെ ഷേപ്പ് ഇല്ല, പക്ഷെ ഒരു മീൻകൊത്തിയുടെ ഷേപ്പ് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെ. അതിങ്ങനെ ഒരു കുറ്റിയുടെ മുകളിലിരിക്കും, അതിന്റെ അതിങ്ങനെ നിവർന്ന് നിൽക്കുന്ന പോലെ ഉണ്ടാവും. പിന്നെ അതിന്റെ റൈറ്റ് ആംഗിളിൽ അതിന്റെ നീണ്ട കൊക്കും ഉണ്ടാവും. അപ്പൊ നമുക്കത് ഏകദേശം അതിന്റെ ഷേപ്പ് നമുക്ക് അത് ദൂരെ നിന്ന് വരയ്ക്കാൻ പറ്റും. ഇത് 2 കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇനി ഇതായിരിക്കുന്നു, ഇതൊരു മീൻകൊത്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇതുപോലെ ഏകദേശം റഫ് ഷേപ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മീൻകൊത്തി ഇത് തത്തയാണെന്ന് നമുക്കറിയാം. എങ്ങനെ തത്തയാണെന്ന് അറിയാം? അതിന്റെ ഓവറോൾ ഷേപ്പും അതിന്റെ കൊക്കിന്റെ ഷേപ്പും കണ്ടു കഴിഞ്ഞാൽ ഒരു തത്തയാണെന്ന് മനസ്സിലാക്കാം. ഇത് ഒരു മരം കൊത്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് പ്രാവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുറച്ചു പേർക്കെങ്കിലും, എല്ലാവർക്കും പറ്റണമെന്നില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരമായി കാണുന്ന ഇരട്ടവാലൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആനറാഞ്ചി എന്നൊക്കെ പറയുന്ന പക്ഷിയാണെന്ന് അറിയാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട നിരീക്ഷണം. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ കൊക്കിന്റെ ഷേപ്പാണ്. കൊക്കിന്റെ അല്ലെങ്കിൽ ചുണ്ട് എന്നൊക്കെ പറയാം. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊക്കിന്റെ ഷേപ്പാണ് ഇത് എന്താണ് ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതൊക്കെ നമ്മൾ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലൊക്കെ നമ്മുടെ സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ള കാര്യമായിരിക്കും. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അതേപോലെ തന്നെയാണ് ഇവരുടെ കാലുകളും. ഉദാഹരണത്തിന്
പരുന്തിന്റെ കാലുകൾ കുറച്ച് വലുതായിരിക്കും. അതിന്റെ ടാലൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഷാർപ്പായിട്ടുള്ള ക്ലോസ് ഉണ്ടാവും. അതിന്റെ ബീക്ക് ഇതുപോലെ അറ്റം വളഞ്ഞ വളരെ ഷാർപ്പായിട്ടുള്ള, ഇപ്പൊ പടങ്ങളിൽ കാണാം, ഷാർപ്പായിട്ടുള്ള ബീക്കുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അത് ഒരു എന്താ പറയുക, പ്രിഡേറ്ററി ബേർഡാണ്, റാപ്റ്റർ എന്ന് പറയും. അതായത് എന്താണ് പറയുക, ഇര പിടിക്കുന്ന പക്ഷിയാണെന്ന്. ഇനി നമ്മൾ കൂടുതൽ നമ്മളെ നിരീക്ഷണം കുറച്ചു കാലങ്ങളിലേക്കും കൂടെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പല പക്ഷികളും പല രീതിയിലാണ് പറക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ നമ്മള് ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ പടം വരച്ചിട്ടുണ്ടാവില്ലേ, വി ഷേപ്പിൽ കൊക്കുകൾ പറന്നു പോകുന്നത്. അതേപോലെ ഒരു മരം കൊത്തി പറക്കുന്ന രീതി ഇങ്ങനെയായിരിക്കും. ഒരു കാക്ക പറക്കുന്നത് ഇങ്ങനെയായിരിക്കാം. ആകാശത്ത് പരുന്തുകള് വട്ടമിട്ട് പറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതുപോലെ ധാരാളം രീതികളിലും വളരെ വിചിത്രമായ രീതിയിലൊക്കെ പറക്കുന്ന പക്ഷികൾ ധാരാളം നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട്. അപ്പൊ പറക്കുന്ന രീതി കൊക്കിൻ്റെത് ആണ് രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ നോട്ടിൽ എഴുതേണ്ടത്, പക്ഷികളുടെ പല ശരീരഭാഗങ്ങളുണ്ട്. ഈ ശരീരഭാഗത്തിലുള്ള വരയും കുറിയും വെച്ചിട്ടാണ് നമ്മൾ അടുത്ത എന്താ പറയുക, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കിങ്ഫിഷർ, ഒരു മീൻകൊത്തി. അപ്പൊ അത് എന്താ പറയാ, നമ്മൾ സാധാരണ കാണുന്ന മീൻകൊത്തി ചാത്തൻ എന്ന് പറയുന്ന മീൻകൊത്തി ആണെങ്കിൽ എങ്ങനെയായിരിക്കും? അതിന്റെ ചിറകിന് നീല കളർ ഉണ്ടാകും, വയറിലും ബാക്കിലും ഒക്കെ ബ്രൗൺ കളർ ആയിരിക്കും, കഴുത്തിന് താഴെ മാറിടം വരെ വെളുത്ത കളറും ഉണ്ടാവും. അപ്പൊ അത് നമ്മുടെ ഈ ശരീരഭാഗങ്ങളെ കുറിച്ച് പക്ഷി നിരീക്ഷകർ അറിഞ്ഞിരിക്കണം. അത് പല പേരുകളുണ്ട്. നമ്മൾ പൊതുവെ ഇംഗ്ലീഷിലാണ് ഈ പേരുകളൊക്കെ പറയുന്നത്. അപ്പൊ തലയ്ക്ക് മുകളിലുള്ള ഭാഗത്തിന്, ഈ ഭാഗത്തിന് ക്രൗൺ എന്ന് പറയും. മേളിലത്തെ ചുണ്ടിന് അപ്പർ ബില്ല് മാക്സില്ല എന്ന് പറയും. കീഴ്ത്താടിയെ മാൻഡിബിൾ എന്ന് പറയും. ഇത് താടി, ഇത് മാറിടം ബ്രസ്റ്റ്. അപ്പൊ ത്രോട്ട്, ബ്രസ്റ്റ്, സൈഡ്, പിന്നെ ചിറകറിയാലോ, ചിറക്, വിങ്, ബാക്ക്. ഈ വാല് തുടങ്ങുന്ന സ്ഥലത്തിന് റംബ് എന്ന് പറയും. വാലിന്റെ അടിഭാഗത്തിന് വെന്റ് എന്ന് പറയും. പിന്നെ വാല് ടെയില്, പിന്നെ ഈ സൈഡിന് ഫ്ലാങ്ക് എന്ന് പറയും. ഇത് വയറിന്റെ ബെല്ലി എന്ന് പറയും. അപ്പൊ ഇതിന്റെ അകത്ത് കാണാം നിങ്ങൾക്ക് അല്ലെ, ഈ പക്ഷിയുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? അതായത് ഇതിന്റെ സൈസ് ഏകദേശം ഒരു മൈനയേക്കാൾ ചെറുതും ഒരു കുരുവിയേക്കാൾ കുറച്ചും കൂടെ വലുതാണ് ഈ പക്ഷി. പിന്നെ ഇതിന്റെ മൊത്തത്തിലുള്ള നിറം എന്താണ്? ഒരു ഗ്രേയിഷ് ബ്രൗൺ കളറാണ്. ഗ്രേയിഷ് ബ്രൗൺ കളർ മുകളില്, അപ്പർ സൈഡ് ഗ്രേയിഷ് ബ്രൗൺ കളർ, വയറ് അടിഭാഗം വൈറ്റ് വിത്ത് എന്താണ് പറയുക, വെള്ളയും ഐ ക്യാൻ സീ സം സ്ട്രൈപ്പുകൾ ഉള്ളതും കാണാൻ പറ്റുന്നതും. പിന്നെ എന്താണ് ഇതിന്റെ അകത്തുള്ള ഏറ്റവും പ്രത്യേകതയുള്ള ഫീച്ചർ എന്താണ്? കണ്ണിന്റെ മുകളിലൂടെ ഒരു വരയുണ്ട്. ഇതിനെ സൂപ്പർ സീലിയം എന്നാണ് പറയുക, അല്ലെങ്കിൽ ഐബ്രോ എന്ന് പറയും. കണ്ണ് പുരികമുണ്ട് അല്ലെ, ഒരു വെളുത്ത പുരികമുണ്ട്. പിന്നെ താടി ഭാഗം, ത്രോട്ട്, ഇത് ത്രോട്ടാണ്. ഇത് ഇത്രയും ഭാഗത്തെ ഉള്ളെങ്കിൽ ചിഹ്നം എന്ന് പറയും. ഇത് മുഴുവൻ ത്രോട്ട് ഈസ് വൈറ്റ് ഇൻ കളർ. പിന്നെ ബ്രസ്റ്റ് മുതൽ ബെല്ലി വരെ there are lines. അതുപോലെ ബീക്കിന്റെ അപ്പർ ബീക്ക് ഈസ് ബ്ലാക്ക് ഇൻ കളർ. അപ്പൊ ഇത്രയും ആവുമ്പോഴേക്കും നമ്മുടെ ഏതാണ്ട് പൂർണ്ണമായ നിരീക്ഷണമായി കഴിഞ്ഞു. ഇത്രയും അറിവുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി പക്ഷികൾ, കേരളത്തിൽ സാധാരണ കാണുന്ന പക്ഷികൾ ഏതാണ്, ഇന്ത്യയിൽ കാണുന്ന പക്ഷികൾ ഏതാണെന്നൊക്കെ ഉള്ള പുസ്തകം വായിച്ചിട്ടുള്ള ഒരു നോളജും കൂടെ ആകുമ്പോൾ നമുക്ക് പക്ഷി ഏതാണെന്ന് കണ്ടെത്താൻ പറ്റും. ഈ കണ്ടെത്തിയ പക്ഷിയെ നമ്മൾ എഴുതി വെച്ചിട്ട് പിന്നെ ചെയ്യേണ്ട കാര്യം ഇത് തന്നെയാണോ എന്ന് ഉറപ്പിക്കാനായിട്ട് നമ്മൾ ഫീൽഡ് ബുക്ക് എടുത്ത് നോക്കി അതിനകത്തുള്ള ഓരോ പക്ഷികളായിട്ട് നോക്കി വരുമ്പോൾ ഈ പക്ഷിയെ നമ്മൾ കണ്ടത് മനസ്സിലാവും. ആ പക്ഷിയുടെ പേര് നമുക്ക് പഠിക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ പക്ഷി നിരീക്ഷണം നടത്തുന്നത്. ഇനി കുറച്ച് കേരളത്തിലെ സാധാരണ കാണപ്പെടുന്ന പക്ഷികളെ കുറിച്ച് പറയാം. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ കാക്കകൾ, നമ്മുടെ നാട്ടിൽ കാണുന്ന കാക്കകൾ. ഇതില് നമ്മൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ പറയാം. അത് 2 തരം കാക്കകളാണുള്ളത്. ഈ രണ്ട് സ്പീഷീസ് ആണ്. സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഇനം. ഓക്കെ, അതായത് ടാക്സോണമിയിലെ ഏറ്റവും അവസാനത്തെ ഇതാണ്. അതായത് ഇപ്പൊ മനുഷ്യൻ എന്ന് പറയുന്ന ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന സ്പീഷീസ് ആണ്. കുരങ്ങൻ എന്ന് പറയുന്ന മക്കാക്ക റേഡിയേറ്റ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന കുരങ്ങനാണ്. അപ്പൊ അതാണ് അതിന്റെ ഫൈനൽ ആയിട്ടുള്ള തരംതിരിവ്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് ആരോ കാണുന്നില്ലെങ്കിൽ പറയണേ, ഈ കാക്ക ഇതാണ് കാവതി കാക്ക അല്ലെങ്കിൽ പേനക്കാക്ക എന്ന് പറയുന്ന കോമൺ ഹൗസ് ക്രോയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ബലിക്കാക്ക. ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കാം. അത് ഓൺലൈൻ ആയതുകൊണ്ട് നിങ്ങളുടെ മുഖമൊന്നും കാണാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ,
അപ്പൊ ഇതില് ഈ പക്ഷിയുടെ നോക്കിയ കഴുത്തും ബാക്ക് എന്താ പറയാ മുകളിലത്തെ ബാക്ക് ഭാഗവും നേപ്പ് എന്നാണ് ഈ കഴുത്തിന് ബാക്കിനെ പറയാ. അപ്പൊ കഴുത്ത് മുഴുവനായിട്ട് ഗ്രേ കളറാണ്. പക്ഷെ ഇവിടെ ഈ കാക്കയുടെ കളറോ ഇത് ഫുള്ള് ബ്ലാക്ക് കളറാണ്, നല്ല ഗ്ലോസി ബ്ലാക്ക് ആണ്. പിന്നെ കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ കാക്കയുടെ തല കുറച്ച് പരന്നിട്ടും ഇവന്റെ തല ഉരുണ്ട് പൊക്കം കൂടിയ ഡോം ഷേപ്ഡ് ഹെഡ് എന്ന് പറയാം. പൊക്കം കൂടിയ ഉരുണ്ട തല, വലിയ കൊക്ക്, ഇതിനേക്കാളും ഈ കാക്കയെക്കാളും വലിയ കൊക്കാണിത്. അപ്പൊ ഇതാണ് ബലിക്കാക്ക അല്ലെങ്കിൽ ലാർജ് ബിൽഡ് ക്രോ. പണ്ട് ജംഗിൾ ക്രോ എന്ന് വിളിക്കുമായിരുന്നു, ഇപ്പൊ പുതിയ പേര് ലാർജ് ബിൽഡ് ക്രോ എന്നാണ്. ലാർജ് ബിൽഡ് ക്രോ എന്നും ഇത് ഹൗസ് ക്രോ അല്ലെങ്കിൽ ഹൗസ് ക്രോ എന്നാണ് ഇതിന്റെ കോമൺ നെയിം. ഇനി നമ്മുടെ നാട്ടില് കാക്ക കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയാവുന്ന ഏറ്റവും സാധാരണയായി കാണുന്ന പക്ഷി മൈനയാണ് എന്ന് പറയാം. അതെ, ഒരുവിധം എല്ലാവർക്കും മൈനയെ തന്നെയായിരിക്കും കൂടുതലായിട്ട് അറിയാൻ പറ്റുക. പക്ഷെ നമ്മുടെ നാട്ടില് വളരെ സാധാരണയായി കാണപ്പെടുന്ന മൈനകളാണിത്. ഇതിപ്പോ മൊത്തത്തിൽ 4 ഇനം മൈനകൾ ഉണ്ട്. ഇത് കൂടാതെ വേറെയും ചിലതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും കോമൺ ആയിട്ട് കാണുന്നത് ഈ 4 ഇനം മൈനയാണ്. ഇതിൽ നിങ്ങൾ ഏറ്റവും സാധാരണമായി കണ്ടിട്ടുണ്ടാവുക ഈ 2 മൈനകളായിരിക്കും. അതിൽ തന്നെ അത് നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ ചില മൈനകളുടെ കണ്ണിന്റെ പിന്നാലെ ഇങ്ങനെ ഒരു മഞ്ഞ പാടയുള്ളതായിട്ട് കാണാൻ പറ്റുള്ളൂ. ഇതാണ് കോമൺ മൈന. ഞാൻ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മലയാളം പേരുകൾ പറയില്ല, കാരണം എനിക്ക് എല്ലാ പക്ഷികളുടെയും മലയാളം പേരിൽ വലിയ നിശ്ചയമില്ല. കാരണം നമ്മൾ പറയുന്നതും എഴുതുന്നതും എല്ലാം ഇംഗ്ലീഷ് പേരുകളിലായിരിക്കും. അപ്പോൾ നിങ്ങളും ഇംഗ്ലീഷ് പേരുകൾ നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പേരിൽ തന്നെ നോട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇപ്പോൾ കണ്ണിന്റെ ബാക്കിൽ ഈ മഞ്ഞ പാട കണ്ടു കഴിഞ്ഞാൽ ഇതിനെ കോമൺ മൈന എന്നാണ് പറയുക. പിന്നെ കോമൺ മൈനയുടെ ഒപ്പം തന്നെ കൂട്ടത്തോടെയൊക്കെ പോവുകയാണെങ്കിൽ ഇവരുടെ കൂടെ തന്നെ കുറച്ച് ഉൾപ്രദേശങ്ങളിൽ, അതായത് നഗരങ്ങളിൽ അങ്ങനെ കാണാറില്ല, കുറച്ചും കൂടെ ഇപ്പൊ വയനാട് പോലെയുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ പാലക്കാട് സിറ്റിന്ന് ടൗണിൽ നിന്നൊക്കെ വിട്ടു കഴിഞ്ഞാലൊക്കെ ധാരാളമായിട്ട് കാണുന്ന ഒരു പക്ഷിയാണിത്. കിന്നരി മൈന എന്ന് പറയും. കാരണം ഇതിനെ ജംഗിൾ മൈന എന്നാണ് ഇതിന്റെ ഇംഗ്ലീഷ് പേര്. കാരണം അതിന്റെ തലയുടെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ ഒരു ക്രസ്റ്റ് ഉണ്ട്. ഇതിനെയാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. അതായത് തലയ്ക്ക് മുകളിലുള്ള ചെറിയ പ്രൊജക്ഷൻസ്, ചില അലങ്കാരങ്ങളൊക്കെ പക്ഷികൾക്ക് ഉണ്ടാവും. കോഴിക്കുള്ള പൂവ് പോലെയുള്ള സാധനങ്ങൾ. അപ്പൊ അത് കോഴിയുടെ പൂവിനെ കോമ്പെന്നാണ് പറയാ. ഇത് തൂവല് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു തൊപ്പി പോലത്തെ സാധനമാണ്. അപ്പൊ ഇതിനെയാണ് ക്രസ്റ്റ് എന്ന് പറയാ. അപ്പൊ ഈ ക്രസ്റ്റ് ഉള്ള മൈന അത് എവിടെയുള്ളത്? അത് നെറ്റിയുടെ മുന്നിലാണ്, ഫ്രണ്ട് എന്നാണ് ഈ ഭാഗത്തിനെ പറയാം. അപ്പൊ നെറ്റിയുടെ മുന്നിലുള്ള ക്രസ്റ്റ് ഉള്ള മൈന ഇതിനെയാണ്, അതിന് നോക്കിയാൽ ശ്രദ്ധിച്ചത് ഇവിടെ മഞ്ഞ പാടുള്ളത് ഇവിടെ കാണാനില്ല. അപ്പൊ ഇതിനെയാണ് ജംഗിൾ മൈന എന്നാണ് ഈ മൈനയെ പറയാ, കിന്നരി മൈന എന്ന് പറയും. പിന്നെ നമുക്ക് വയനാട് അതുപോലെ കുറച്ചും കൂടെ ഉള്ളിലേക്കുള്ള സ്ഥലങ്ങളിൽ കുറച്ച് ചെറിയ ഹൈറ്റ് ഉള്ള, അതായത് മലമുകളിലൊക്കെ ഉള്ള നമുക്ക് വളരെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു മൈനയാണ് ഈ മൈന. ഇതിന്റെ പേര് സദേൺ ഹിൽ മൈന എന്നാണ്. 2 തരം ഹിൽ മൈനകളുണ്ട്. അതിൽ നമുക്ക് കേരളത്തിൽ കാണുന്നത് സദേൺ ഹിൽ മൈന എന്നുള്ളതാണ്. വളരെ ഒച്ചത്തിലുള്ള, വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ഭംഗിയുള്ള വിസിലാണ് ഈ മൈനകളുടെ ശബ്ദം. അതുപോലെ തന്നെ നല്ല കറുത്ത കളറാണ്. ഈ മൈന പറക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളവര് അല്ലെങ്കിൽ ഇനി ശ്രദ്ധിച്ചാലും മതി, ഈ മൈനകൾ പറക്കുമ്പോൾ മൈനയുടെ ചിറകിന്റെ അടിയിൽ വെളുത്ത ഒരു പാച്ച് ഉണ്ടാവും. വെളുത്ത ഒരു ഇങ്ങനെ ഒരു വട്ടത്തിലൊരു സാധനം. അപ്പൊ ഇവർക്കും ഉണ്ട്. അപ്പൊ ഈ 3 മൈനയ്ക്കും ഉണ്ട്. പിന്നെ ഇന്ത്യയിൽ ഇതല്ലാതെ വേറെ കുറെ മൈനകളുണ്ട്, അവർക്കൊക്കെ ഈ വെളുത്ത പാച്ച് ഉണ്ടാവും. ഇവരും ഈ പാച്ച് ഉണ്ട്. അതുകൂടാതെ ഇതുപോലെ ചെവിയുടെ ഭാഗത്തായിട്ട് ഇങ്ങനെ ഇളകി ഇത് ഇങ്ങനെ പുറത്തേക്ക് വന്ന് നിൽക്കുന്ന, ഇതിന് ചെറിയ പാട പോലെ ഇങ്ങനെ മാത്രമല്ല, ഇതിങ്ങനെ കുറച്ചും കൂടെ ഡെവലപ്ഡ് ആണ്, കുറച്ചും കൂടെ വലുതായിട്ടുള്ള ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു കമ്മല് പോലെ, അല്ലെങ്കിൽ എന്താ പറയുക കാതിലോല പോലെയൊക്കെ തൂങ്ങിക്കിടക്കുന്ന ഒരു മഞ്ഞ ഫ്ലഷി ആയിട്ടുള്ള ഒരു സംഗതിയും കൂടെ ഉണ്ട്. ഇതാണ് സദേൺ ഹിൽ മൈന. വയനാടൊക്കെ ഇഷ്ടം പോലെ കാണാം. തിരുവനന്തപുരത്ത് ഒക്കെ എത്രത്തോളം ഉണ്ട് എന്ന് ഞാൻ ട്രിവാൻഡ്രത്തൊന്നും കണ്ടിട്ടില്ല. ഇനി പൊന്മുടി കുറച്ചും കൂടെ ഉള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞാലൊക്കെ കാണുമെന്ന് അറിയില്ല. ഓക്കെ, പിന്നെ വേറെ വളരെ കോമൺ ആയിട്ടുള്ള വേറൊരു മൈനയാണ് ഈ കാണുന്നത്. ഇതിനെ മലബാർ സ്റ്റാർലിംഗ് എന്നാണ് പറയാ. ഇത് 3നെയും ഇംഗ്ലീഷിൽ മൈന എന്ന് തന്നെ പറയാ. ഇതൊരു വേറൊരു ഗ്രൂപ്പ്, മൈനയുടെ കുടുംബത്തിൽപ്പെട്ട വേറൊരു ഗ്രൂപ്പാണ് സ്റ്റാർലിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഓക്കെ, അനു പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലെ? ക്യാൻ സീ ഇറ്റ് വിത്ത് കാറ്റിൽ വെറ്റ്ലാൻഡ്സ് ഇൻ ട്രിവാൻഡ്രം. ജംഗിൾ മൈന, ജംഗിൾ മൈന ഇസ് കോമൺ. ഓക്കെ, ഹിൽ മൈന കണ്ടിട്ടുള്ളവർ ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ഗ്രൂപ്പിൽ ഇട്ടോളൂ, ചാറ്റിൽ ഇട്ടോളൂ.
ഇതിനെ മലബാർ സ്റ്റാർലിംഗ് എന്നാണ് പറയുക. ഇതിന് വളരെ നല്ല ഭംഗിയുള്ള, നല്ല വൈറ്റ്, നല്ല തൂവെള്ള കളറുള്ള തലയും അതേപോലെ ചെസ്നട്ട് എന്നാണ് ഈ കളറിന്റെ പേര്. നമ്മൾ പക്ഷി നിരീക്ഷകരുടെ വേറൊരു ഗുണം ഇതാണ്, നമുക്ക് കളറുകൾ തമ്മിൽ തിരിച്ചറിയാനുള്ള ഒരു വലിയ കഴിവ് കിട്ടും പക്ഷി നിരീക്ഷണത്തിലൂടെ. കാരണം ഇതിനെ ഇപ്പൊ നിങ്ങൾ ഇന്നലെ വരെ ബ്രൗൺ എന്ന് പറഞ്ഞത് ഇന്നത് ചെസ്നട്ട് കളറാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ചെസ്നട്ട്, റൂഫസ് ഇതെല്ലാം ബ്രൗൺ ആണ്, പക്ഷെ ഇത് ബ്രൗണിന്റെ പല പല അവസ്ഥകളാണ്. അപ്പോൾ ഇത് ചെസ്നട്ട് കളർ ബോഡിയും കറുത്ത ഐ മീൻ വെളുത്ത തലയും നെക്കും അപ് ടു ബ്രസ്റ്റ് വെളുത്ത തൂവെള്ള കളറുള്ള വേറെ പാടുകളൊന്നുമില്ല, തൂവെള്ള കളറുള്ള ഒരു സ്റ്റാർലിംഗ് ആണ് മലബാർ സ്റ്റാർലിംഗ്. ഇത് മലബാർ സ്റ്റാർലിംഗ് എന്ന് പറയുന്നതുകൊണ്ട് തന്നെ മലബാർ ഭാഗത്ത് മാത്രമേ ഉള്ളൂ. അതായത് വെസ്റ്റേൺ ഘാട്ടില് എൻഡമിക് ആണ്, അതായത് പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു പക്ഷിയാണ്. ഇനി ഈ പക്ഷിയെ നിങ്ങൾ ഒരുവിധം എല്ലാവരും വീണ്ടും കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇവര് ഇതിനെ എന്താ നിങ്ങൾ പറയാ, 7 സിസ്റ്റേഴ്സ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നതാണ്. കരിയിലക്കിളി, പീയണിക്കിളി എന്നൊക്കെ പറയുന്നുണ്ടാവും. ധാരാളം ഇങ്ങനെ മണ്ണില് ചാടി നടക്കുന്നുണ്ട്. അവര് നടക്കില്ല, ഇങ്ങനെ ചാടി നടക്കും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇവര് കൂട്ടത്തോടെ ഉണ്ടാവുക, ഒരു 8-10 എണ്ണമൊക്കെ ഒരുമിച്ച് ഇങ്ങനെ ബഹളം വെച്ച് മരത്തിന്റെ അടിയിലൊക്കെ ചപ്പിലകളൊക്കെ കരിയിലകളൊക്കെ മാറ്റി കൊത്തിപ്പറക്കി നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതിനെ ബാബ്ലർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇത് ഗ്രേ ഹെഡഡ് ബാബ്ലർ എന്ന് പറയുന്ന നാട്ടിലെ കിളിയും ഇത് ജംഗിൾ ബാബ്ലർ എന്ന് പറയുന്ന കാട്ടിലെ കിളിയാണ്. കാട്ടിലക്കിളി എന്നല്ല, ഓക്കെ, ഞാൻ മലയാളം പേര് എനിക്ക് വലിയ ഉറപ്പില്ല. ഇത് ഗ്രേ ഹെഡഡ് ബാബ്ലർ, ഇത് ജംഗിൾ ബാബ്ലർ. മലയാളം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, സോറി. ഓക്കെ, അപ്പോ ഇവര് ഗ്രൗണ്ട് ഡ്വെല്ലിംഗ് ആണ്, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതായത് നിലത്തിരിക്കുന്ന പക്ഷികളാണ് ഇവര്. അങ്ങനെ ഒരു മരം ഉണ്ടെങ്കിൽ തന്നെ മരത്തിന്റെ ഏറ്റവും താഴത്തെ ജില്ലയിലൊക്കെ ചാടിപ്പോയൊക്കെ ഇരിക്കുള്ളൂ. പിന്നെ ഒരുപാട് ദൂരം പറക്കൊന്നുമില്ല, ചെറിയ ദൂരത്തിൽ പറക്കും, നിലത്ത് വരും, നിലത്ത് നിന്നുള്ള എന്തെങ്കിലുമൊക്കെ കൊത്തിപ്പറക്കി തിന്നും, അത് കഴിഞ്ഞ് പറന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകും. ഇതാണ് ഇതിന്റെ ഒരു ജീവിത രീതി. ഓക്കെ, അടുത്ത തത്തകളാണ്. തത്തകളെ ഈ പറയുന്ന പോലെ എല്ലാവരും തത്തകളെ കണ്ടിട്ടുണ്ടാവും. ഇതില് ഏറ്റവും എന്താണ് നമ്മുടെ കഥകളിലും അതുപോലെ പടം വരയ്ക്കുന്നതിലും, നമ്മൾ പടം വരയ്ക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പടം വരയ്ക്കുന്നതൊക്കെ ഈ തത്തയായിരിക്കും, ഈ ആദ്യം കാണിച്ചിരിക്കുന്ന തത്തയായിരിക്കും. ഇതാണ് മോതിര തത്ത. അതായത് കഴുത്തില് റിങ് ഉണ്ടാവും. റോസ് റിങ്ഡ് പാരക്കീറ്റ് എന്നാണ് ഈ തത്തയുടെ ഇംഗ്ലീഷ് പേര്. നമ്മുടെ നാട്ടിലുള്ള തത്തകളില് ഒരെണ്ണം തത്ത മാത്രമേ പാരറ്റ് ആയിട്ടുള്ളൂ, അത് ഇതാണ്. ബാക്കിയുള്ള തത്തകളെല്ലാം പാരക്കീറ്റ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് പേര്. അതായത് വാല് നീണ്ട ചെറിയ തത്തകളെയാണ് പാരക്കീറ്റ് എന്ന് പറയുന്നത്. വാലില്ലാത്ത അല്ലെങ്കിൽ കുറിയ വാലുള്ള തത്തകളെയാണ് പാരറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ നാട്ടില് ബാക്കിയെല്ലാം പാരക്കീറ്റുകളാണ്, ഈ അവസാനത്തെ ആള് മാത്രമേ പാരറ്റ് ആയിട്ടുള്ളൂ. അപ്പൊ ഇത് റോസ് റിങ്ഡ് പാരക്കീറ്റ് ആണ്, മോതിരത്തത്ത എന്നാണ് മലയാളം പേര്. ഇത് പ്ലം ഹെഡഡ് പാരക്കീറ്റ് എന്ന് പറയുന്ന പൂന്തത്തയാണ്. പ്ലം ഹെഡഡ് പാരക്കീറ്റ്. ഇത് ആൺതത്തകൾക്ക് തല ചുവന്ന കളറിലും ഇതിന്റെ അകത്ത് പെൺതത്തകളുടെ തല ഗ്രേ കളറും ആയിരിക്കും. പിന്നെ ഈ ചിറകിന്റെ ഇവിടെ ഒരു ചുവന്ന പാച്ച് ഉണ്ടാവും. വാലിനൊരു നീല കളറായിരിക്കും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തത്തയാണ്. ഇതിനെ കാണണം എന്നുണ്ടെങ്കിൽ പൊതുവെ തത്തകള് വയലുകളിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക, നെൽപ്പാടങ്ങളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂട്ടത്തോടെ പറന്നും ഒക്കെ വന്നിരിക്കുന്ന ആണ് കൂടുതൽ കാണുക. ഓപ്പൺ ആയിട്ടുള്ള റൂറൽ ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഈ തത്തകൾ ഉണ്ടാവുക. കുറച്ചും കൂടെ ഹില്ലി ഏരിയയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ തത്ത കരയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്ന ഒരു ഹാർഷ് ആയിട്ടുള്ള സൗണ്ടാണ്. പക്ഷേ ഈ പൂന്തത്തകളുടെ സൗണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സിംഗിൾ ടൂയ് എന്നുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ശബ്ദമാണ്. അതേസമയം ഈ മോതിരത്തത്തകളെക്കാളും അതേ രീതിയിൽ പക്ഷെ വളരെ ഹാർഷ് ആയിട്ട് കരയുന്ന ഒരു തത്തയാണിത്. ഇതിനെ ബ്ലൂ വിങ്ഡ് പാരക്കീറ്റ് എന്നാണ് പറയാം. ബ്ലൂ വിങ്ഡ് പാരക്കീറ്റ്, നീലച്ചിറകൻ. അതിനെ എനിക്ക് തോന്നുന്നു, എന്റെ മലയാളം പേര് പോട്ടെ, മലയാളം പേര് ഞാൻ പറയുന്നില്ല, തെറ്റിപ്പോകും. അപ്പോൾ ഇത് ഓവറോൾ ഇത് മൊത്തത്തിൽ ഒരു ഗ്രേയിഷ് ഗ്രീൻ കളറുള്ള ഡാർക്ക് ഗ്രേയിഷ് ഗ്രീൻ കളറുള്ള നീലവാല് നീലച്ചിറകുള്ള തത്തയാണ്. ഇത് കേരളത്തിൽ അങ്ങനെ എല്ലാവിടെയും നമുക്ക് കാണാൻ പറ്റില്ല. വയനാട് പോലെയുള്ള കുറച്ച് എലിവേറ്റഡ് ആയിട്ടുള്ള ഉയർന്ന ഒരു 600 മീറ്റർ 400 മീറ്റർ അബവ് സീ ലെവലുള്ള സ്ഥലങ്ങളിലായിരിക്കും കൂടുതൽ കാണുക. ഇതും വെസ്റ്റേൺ ഘാട്ട് എൻഡമിക് ആയിട്ടുള്ള പക്ഷിയാണ്. അതായത് പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന ഒരു പക്ഷിയാണ് ഈ
ബ്ലൂ വിങ്ഡ് പാരക്കീറ്റ്. പിന്നെ ഉള്ളത് പിന്നെ ഉള്ളത് ഇതാണ്. ഇത് വെർണൽ ഹാങ്ങിങ് പാരറ്റ് എന്നാണ് ഇതിന്റെ ഇംഗ്ലീഷ് പേര്. തത്തച്ചിന്നൻ എന്നാണ് മലയാളം. വെർണൽ ഹാങ്ങിങ് പാരറ്റ് എന്ന് പറഞ്ഞാൽ പഴയ പേര് ലോറിക്കീറ്റ് എന്നാണ്. ലോറിക്കീറ്റ് എന്നാണ് ഞാനൊക്കെ പക്ഷി നിരീക്ഷണം തുടങ്ങിയ കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ അതിന്റെ പേര് വെർണൽ ഹാങ്ങിങ് പാരറ്റ് എന്നാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാലില്ലാത്ത അല്ലെങ്കിൽ ചെറിയ വാലുള്ള തത്തകളാണ് പാരറ്റ്. ആണുങ്ങൾക്ക് ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു ചുവന്ന പാച്ച് ഉണ്ടാവും. നിങ്ങളുടെ വീട്ടില് പേരക്കയോ അതുപോലെ സപ്പോട്ടയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവർ വന്ന് തിന്നുന്നത് കാണാൻ പറ്റും. അതുപോലെ വാഴയുടെ പൂവ് ഇതൊക്കെ ഇവർ കഴിക്കും. ഇത് കോമൺ ആണ് ഗ്രാമങ്ങളിൽ. നഗരങ്ങളിലൊന്നും അങ്ങനെ കാണണമെന്നില്ല. ഗ്രാമങ്ങളിൽ വളരെ കോമൺ ആണ്. വളരെ സ്പീഡിൽ വേഗത്തിൽ ചിൽ എന്ന് പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കി പറക്കും. അത് ഈ പറയുന്ന പോലെ തുടക്കത്തിലെ പക്ഷി നിരീക്ഷകർക്ക് അങ്ങനെ കാണാൻ പറ്റിയെന്നിരിക്കില്ല. പക്ഷെ എക്സ്പീരിയൻസ് നമ്മൾ കുറച്ചു കാലം പക്ഷി നിരീക്ഷണം നടത്തുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഇതിനെ കിട്ടും. വളരെ സാധാരണയായി കാണുന്ന പക്ഷി തന്നെയാണ്. ഈ മോതിരത്തത്തേക്കാളും ഒക്കെ എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് ഈ തത്തച്ചിന്നനെയാണ്. അടുത്തത് ഇവരാണ് എന്താണ് പറയുക, ആനറാഞ്ചി, കാടുമുഴക്കി എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെടുന്ന പക്ഷികളാണ്. ഇതിനെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാരണം ഇരട്ടവാലൻ എന്നൊക്കെ പറഞ്ഞ് തുടക്കക്കാരൊക്കെ റിലേറ്റ് ചെയ്യുന്ന ഒരു പക്ഷിയാണ്. കാരണം നമ്മൾ ഈ ഗ്രൂപ്പുകളിലൊക്കെ വന്നിരിക്കുന്ന ഇതിനോട് താല്പര്യം ഉണ്ടാവുമ്പോഴാണല്ലോ. അപ്പോൾ ചെറിയ പക്ഷി നിരീക്ഷണമൊക്കെ സ്വന്തമായിട്ട് നടത്തി കൂടുതൽ അറിവൊക്കെ കിട്ടാൻ വേണ്ടി വരുമ്പോൾ ഇതിനെയൊക്കെ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആൾക്കാർ. ഇതില് എന്താ പറയാ, നമ്മുടെ കേരളത്തിലെ നമ്മൾ എന്താ തീരപ്രദേശം, പിന്നെ മിഡ്ലാൻഡ്, ഇടനാടുകൾ, മലനാട്, ഇങ്ങനെയാണല്ലോ തരംതിരിച്ചിരിക്കുന്നത്. ഇതില് ഈ ഇടനാടൻ പ്രദേശങ്ങളിൽ കാണുന്ന ഒരു പക്ഷിയാണ് ഈ പക്ഷി. ഇതെനിക്ക് തോന്നുന്നത് ഒരു മൈഗ്രന്റും കൂടെയാണ്. ഇവര് മൈഗ്രേറ്റ് ചെയ്യും. കൂടുണ്ടാക്കുന്നതൊക്കെ മലേഷ്യ, ഇന്തോനേഷ്യ പോലെയുള്ള തായ്ലൻഡ് ആ ഭാഗത്തേക്ക് പോയിട്ടാണ്. അതിപ്പോ മാർച്ച് ഏപ്രിലൊക്കെ കഴിയുമ്പോൾ അത് മെല്ലെ പോവും. മഴയൊക്കെ ആവാറാകുമ്പോഴേക്കും ഇതും പോവും, ഈ പക്ഷിയും പോവും. ഇവർ രണ്ടുപേരും മൈഗ്രേറ്റ് ചെയ്ത് അവിടെയാണ് പോവുക. കാറ്റുകാലം എന്താ പറയാ, ഒരു ഒക്ടോബർ നവംബർ ഒക്കെ ആകുമ്പോഴേക്കും തിരിച്ചു വരും. അങ്ങനത്തെ പക്ഷികളാണ് ഇവര്. താഴെ, അതായത് മിഡ്ലാൻഡുകളിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ വയനാട് ഉണ്ടാവില്ല, വളരെ അപൂർവമായിരിക്കും. അതേസമയം കോഴിക്കോട് ഉണ്ടാവും. ഇവര് കൂടുതലും കുറച്ചും കൂടെ ഉയരമുള്ള സ്ഥലങ്ങളിലായിരിക്കും വരിക. വയനാടൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ഇതിനെ കാണാൻ പറ്റും ഈ സമയമാകുമ്പോൾ. അപ്പൊ ഇതിന്റെ പേര് ബ്ലാക്ക് ഡ്രോങ്കോ എന്നും ഇതിന്റെ പേര് ആഷി ഡ്രോങ്കോ എന്നും. ഇവിടെയാണ് ഇത്തരം വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കാനാണ് നമ്മൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു പക്ഷി നിരീക്ഷണം ആകുമ്പോൾ നമുക്ക് ബൈനോക്കുലർ ഒക്കെ വേണ്ടി വരും എന്ന് പറയുന്നത്. കാരണം നമ്മൾ നോക്കിയത് രണ്ടിനും ഇരട്ടവാലുണ്ട്. രണ്ടിന്റെയും കൊക്കിന്റെ ഷേപ്പ് ഏതാണ്ട് സെയിം ആണ്. തലയുടെ ഷേപ്പ് സെയിം ആണ്. മൊത്തം ബോഡി ഫീച്ചർ സെയിം ആണ്. നിങ്ങൾ ഇരിക്കുന്നത് തന്നെ, ഈ മൂന്ന് പേര് ഇരിക്കുന്നത് നോക്കിയേ, കമ്പുകളുടെ അറ്റത്താണ് അല്ലെ. എല്ലാത്തിലും നമുക്ക് കമ്പുകളുടെ ഇരിക്കുന്ന കൊമ്പിന്റെ അറ്റം കാണാൻ പറ്റും. അപ്പൊ ഇവര് വളരെ കോൺസ്പിക്വസ് ആയിരിക്കും. അതായത് ഇതിനെ ഹിന്ദിയിൽ കോട്ടുവാൾ എന്നാണ് ഈ പക്ഷികളെയൊക്കെ പറയുക. അതായത് പോലീസുകാരൻ എന്നാ പറയുക. കാരണം ഇവര് ഒരു മരത്തിന്റെ ഉണങ്ങിയ കൊമ്പിന്റെ അറ്റത്ത്, അതല്ലെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിലൊക്കെ ആയിരിക്കും ഇരിക്കുക. അവിടെ ഇരുന്നിട്ട് ഇതിനെ ചുറ്റുവട്ടവും ഇങ്ങനെ ചുറ്റും നോക്കിയിട്ട് ഏതെങ്കിലും പ്രാണിയൊക്കെ പറന്നു പോകുന്നുണ്ടെങ്കിൽ അതിനെ പോയി പറന്നു പോയി പിടിച്ചിട്ട് തിരിച്ച് എവിടെയാണോ ഇരുന്നത് ഏതാണ്ട് ആ ഭാഗത്ത് തന്നെ തിരിച്ചു വന്നിരിക്കും. ഇതാണ് ഇവരുടെ ഒരു ഭക്ഷണം ഇര തേടുന്ന, അല്ലെങ്കിൽ അവരുടെ ഒരു ബിഹേവിയർ, സ്വഭാവ രീതി. അപ്പോ പക്ഷികളുടെ രൂപവും ഷേപ്പും അല്ലെങ്കിൽ അതിന്റെ സൈസും മാത്രം നോക്കലല്ല ഒരു പക്ഷി നിരീക്ഷണം ചെയ്യുന്നത്. നമ്മൾ അതിന്റെ സ്വഭാവവും കൂടെ ഈ നിരീക്ഷണത്തിന്റെ ഇടയിൽ മെല്ലെ പഠിച്ചു വരും. ഓക്കെ, അപ്പോ അതാണ് ഇവരുടെ പറക്കുന്നൊക്കെ രീതി. അപ്പൊ ഇവർ രണ്ടുപേരും, ഈ ആദ്യം കാണുന്ന രണ്ട് പക്ഷികളെ നിങ്ങൾ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ സിമിലർ ആയിരിക്കും. പക്ഷെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ എന്ത് മനസ്സിലാവും? ഇവരുടെ കണ്ണ് കറുപ്പും ഇവരുടെ കണ്ണ് ചുവപ്പുമാണ്. ചുവപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗണിഷ്, റെഡിഷ് ബ്രൗൺ, കുറച്ചും കൂടെയൊക്കെ ചുവന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ പക്ഷിയുടെ കൊക്കിന്റെ അറ്റത്തൊരു വെളുത്ത കുത്ത് കാണുന്നുണ്ടല്ലോ. ഈ വെളുത്ത കുത്ത് എല്ലായ്പ്പോഴും ഉണ്ടാവും. ഇവന് ആ വെളുത്ത കുത്തില്ല. പിന്നെ ഇതിന് മൊത്തത്തിലൊരു കറുപ്പാണ്. ഇത് മൊത്തത്തിലൊരു ഗ്രേ കളറാണ്. ഒരു ഡാർക്ക് ഗ്രേ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്ലാക്ക് എന്ന് പറയാൻ, അങ്ങനെ ഒരു കളർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഏകദേശം അതാണ്. എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്ക് ഈ രണ്ട് കളർ തമ്മിൽ തുടക്കത്തിൽ തിരിച്ചറിയാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഇത്രയും ചെറിയ വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു ബൈനോക്കുലറൊക്കെ ചിലപ്പോൾ ആവശ്യം വന്നിരിക്കും. അരച്ചിലൊക്കെ വളരെ സിമിലർ തന്നെയാണ്. പക്ഷെ ഇത് രണ്ടിനെയും ഒരേ സ്ഥലത്ത് കാണല്
അങ്ങനെ കാണാൻ അങ്ങനെ കിട്ടാറില്ല എന്ന് മാത്രം. പക്ഷെ എന്നാലും നമുക്ക് ചിലപ്പോൾ ഇതാണോ അതാണോ എന്നൊക്കെ ഒരു സംശയം വരും. ഓക്കെ, അപ്പൊ ഇതിന്റെ പേര് ബ്ലാക്ക് ഡ്രോങ്കോ, ഇതിന്റെ പേര് ആഷി ഡ്രോങ്കോ. ഇനി നമ്മുടെ നാട്ടില് സ്ഥിരമായിട്ട് കാണാറുള്ള ഒരു രണ്ടിനം ഡ്രോങ്കോകളാണ്. ഇതിന്റെ ഇംഗ്ലീഷ് പേര് ഡ്രോങ്കോ എന്നാണ്. ഇതെല്ലാം ഡ്രോങ്കോസ് ആണ്. ഇരട്ടവാലന്മാരെ ഡ്രോങ്കോ, DRONGO, ഡ്രോങ്കോ എന്നാണ് വിളിക്കുക. അപ്പൊ ഇത് ബ്ലാക്ക് ഡ്രോങ്കോ, ഇത് ആഷി ഡ്രോങ്കോ. ഇത് നമുക്കിവിടെ എല്ലായ്പ്പോഴും കാണുന്ന ഈ പറയുന്ന പോലെ കുറച്ച് നഗരങ്ങളിലൊന്നും ആയിരിക്കില്ല, പക്ഷെ കുറച്ചും കൂടെ ഉള്ളിലേക്കുള്ള സ്ഥലങ്ങളിൽ. വയനാടും അതുപോലെ ഞാൻ പഠിച്ചത് മണ്ണുത്തി വെറ്റിനറി കോളേജിലാണ്. അപ്പൊ മണ്ണുത്തിയിലും ഒക്കെ സ്ഥിരമായി കാണുന്ന ഒരു പക്ഷിയാണ്. ഇതിന്റെ പേര് ബ്രോൺസ് ഡ്രോങ്കോ എന്നാണ്. ഇവരെക്കാളും കുറച്ചും കൂടെ സൈസ് കുറവാണ്. നല്ല തിളക്കമുള്ള എന്താ പറയുക, ബാക്കും ഇതുമൊക്കെ നല്ല ഒരു മെറ്റാലിക് ഷീൻ ഉണ്ടാവും, മറ്റൊരു മെറ്റാലിക് തിളക്കമുള്ള ഒരു പക്ഷിയാണ്. കുറച്ചും കൂടെ ഇവരെക്കാളും കുറച്ചും കൂടെ സൈസും കുറവായിരിക്കും, കുറച്ച് തടിച്ചിട്ടും ഒരു സൈസ്, ഒരു തടി കുറച്ച് കൂടുതലുമായിരിക്കും. അതുപോലെ വാല് കണ്ടില്ലേ, ഇവരുടെ വാല് വളരെ ഡീപ്ലി ഫോർക്കഡ് ആണ്, അല്ലെ, നല്ല ഉള്ളിലേക്ക് കയറിയ ഒരു ഫോർക്കാണ്. പക്ഷെ ഇവന് അത്രയ്ക്ക് വലിയ ഡീപ്പ് ഫോർക്കൊന്നും ഉണ്ടാവില്ല, ചെറിയ ഒരു ഫോർക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് ബ്രോൺസ്ഡ് ഡ്രോങ്കോ. ബ്രോൺസ് ഡ്രോങ്കോ കുറച്ചും കൂടെ ഫോറസ്റ്റ്, ഓപ്പൺ വുഡഡ് കൺട്രി സൈഡുകളിലൊക്കെ ആയിരിക്കും ഇതുണ്ടാവുക. പിന്നെ ഞാൻ പക്ഷി നിരീക്ഷണം തുടങ്ങിയ സമയത്ത് അത്ര സാധാരണയായി കാണാത്തതും എന്നാൽ ഇപ്പോ ധാരാളമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു പക്ഷിയാണ് ഇത്. ഇതിനെ എനിക്ക് തോന്നുന്നു ഇന്ന് ഗ്രൂപ്പിലുള്ള ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പൊ ഇതിനെന്തൊക്കെയാണ് പ്രത്യേകത? ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ നീണ്ട കമ്പി പോലത്തെ തൂവലിൽ, ആ വാലിലെ തൂവൽ ഇങ്ങനെ കമ്പി പോലെ നീണ്ടിട്ട് അതിന്റെ അറ്റത്ത് ഇങ്ങനെ കൊടി പോലെ ഉണ്ടാവും. അതായത് കാണുമ്പോൾ നമുക്കൊരു ടേബിൾ ടെന്നീസ് അല്ലെങ്കിൽ ഷട്ടിൽ കളിക്കുന്ന റാക്കറ്റ് പോലെ ഇരിക്കും. അതുകൊണ്ട് ഇതിന്റെ പേര് റാക്കറ്റ് ടൈൽഡ് ഡ്രോങ്കോ എന്നാണ്. റാക്കറ്റ് ടൈൽ ഡ്രോങ്കോയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഈ റാക്കറ്റ് ഉണ്ടാവും, പിന്നെ അതുപോലെ നിങ്ങൾ ഈ ക്രസ്റ്റും കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മൾ നേരത്തെ കിന്നരി മൈനയുടെ ക്രസ്റ്റ് കണ്ട പോലെ, ജംഗിൾ മൈനയുടെ ക്രസ്റ്റ് കണ്ട പോലെ ഇതിനും ഒരു ക്രസ്റ്റ് ഉണ്ട്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പക്ഷിയാണ്, വളരെ രസകരമായിട്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കാൻ പറ്റിയ പക്ഷിയാണ്. ഇത് ഈ ഡ്രോങ്കോയെ പോലെ തന്നെ മറ്റ് ഡ്രോങ്കോകളെ പോലെ തന്നെ ഈ ഇങ്ങനെ ഉയരമുള്ള എല്ലാവർക്കും കാണാൻ പറ്റുന്ന സ്ഥലത്ത് വന്നിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇതിന് ധാരാളം മറ്റ് പക്ഷികളുടേതുപോലെ ശബ്ദം അനുകരിക്കാൻ പറ്റും. പരുന്ത്, ഒരു തരം പരുന്തുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ, ഷിക്ര എന്ന് പറയും, പ്രാപ്പിടിയൻ, എരുമുള്ള എന്നൊക്കെ പറയുന്ന സാധനം. അപ്പൊ ഇതിന് പ്രാപ്പിടിയന്റെ സൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ മറ്റേ ഉപ്പൻ കാക്കയുടെ സൗണ്ട് ഉണ്ടാക്കും. അങ്ങനെ ധാരാളം ഒരുപാട് പക്ഷികൾ. ഞാൻ ഒരിക്കൽ പൂച്ചയുടെ സൗണ്ട്, പൂച്ച കരയുന്ന പോലെ കരയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. ധാരാളം പേര് ഒരുപാട് കഥകൾ ഈ പക്ഷി നിരീക്ഷകർക്ക് പറയാനുണ്ടാവും. പല സ്പീഷീസിനെയും കരയും. ഇതിങ്ങനെ കരയുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പക്ഷികൾക്ക് ഇര തേടാനായിട്ട് ഒരു പ്രത്യേക രീതിയുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇവര് ഈ വേറെ ഒരു സ്ഥലത്ത് മരത്തിന് മുകളിൽ പോയിട്ട് പറക്കുന്ന പ്രാണികളെ ആയിരിക്കും പിടിക്കുക. അതേസമയം പൂത്താങ്കിരികൾ, അതായത് നമ്മൾ നേരത്തെ കണ്ട ബാബ്ലറുകൾ നിലത്തിരുന്നാണ് പക്ഷിയെ പിടിക്കുന്നതെന്ന് പറയും. അപ്പൊ ഈ മുകളിലുള്ളതും ഇടയ്ക്ക് മരത്തിന്റെ ഇടയ്ക്ക് ഇരുന്ന്, ഇപ്പൊ മരംകൊത്തികൾ മരത്തിലിരുന്ന കണ്ട് കൊത്തിപ്പറിച്ചാണ് തീറ്റ തേടുന്നത്. അപ്പൊ ഇവരെല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ഇര തേടി ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ ഗ്രൂപ്പിനകത്ത് ഡ്രോങ്കോകൾ ഉണ്ടാവും, മരംകൊത്തികൾ ഉണ്ടാവും, ബാബ്ലറുകൾ ഉണ്ടാവും, ചില കുരുവികൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ അതിനെ മിക്സഡ് ഹണ്ടിങ് ഫ്ലോക്ക് എന്ന് പറയാം. ഈ മിക്സഡ് ഹണ്ടിങ് ഫ്ലോക്കിനെ ഉണ്ടാക്കാനായിട്ട് ബാക്കി പക്ഷികളെ വിളിക്കാൻ വേണ്ടി ഇത് പല സ്പീഷീസ് പക്ഷികളുടെ കരച്ചിലൊക്കെ കരയുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു നല്ല ടൈം പാസിന് പറ്റിയ, നിരീക്ഷിക്കാൻ പറ്റിയ ഒരു പക്ഷിയാണ് നമ്മുടെ ഈ റാക്കറ്റ് ടൈൽഡ് ഡ്രോങ്കോ. നിങ്ങൾ ഇനി ഭാവിയിൽ നിങ്ങൾ പക്ഷി നിരീക്ഷണത്തിനായി പോകുമ്പോൾ ഇത് കാണാൻ പറ്റും. ഇങ്ങനെ പോയി പല പക്ഷികളുടെയും കൂടെ അല്ലെങ്കിൽ ഇതിനോടൊപ്പം കൂടെ ഇര തേടാനായിട്ടും മറ്റുമൊക്കെ മരത്തിൽ ധാരാളം മറ്റ് സ്പീഷീസ് പക്ഷികളൊക്കെ ഇരിക്കുന്ന കാണാൻ പറ്റും. അപ്പൊ അതാണ് ഡ്രോങ്കോസ്. ഇനി മരംകൊത്തികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വളരെ രസകരമായിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്, അല്ലെങ്കിൽ ഒരു വിഭാഗമാണ് മരംകൊത്തികൾ. ഇതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഈ നാട്ടുമരംകൊത്തി അല്ലെങ്കിൽ ബ്ലാക്ക് റംഡ് ഫ്ലെയിം ബാക്ക് എന്ന് പറയുന്ന മരംകൊത്തിയാണ്. അതിന്റെ റംബ് എന്ന് പറയുന്ന ഈ ഭാഗമാണ്, ഈ അതായത് ചിറകിനടിയിൽ വാല് തുടങ്ങുന്ന ഈ ഭാഗമാണ്. അവിടെ കറുപ്പുള്ളത് കൊണ്ടാണ്, അതിന് എല്ലാത്തിനും കറുപ്പ് തന്നെയാണ്. പക്ഷെ ഈ പക്ഷികൾ ഇതുപോലെ ഇനി മൂന്നാമത് ഒരാളും കൂടി ഉണ്ട്. അത് കോമൺ വുഡ് പെക്കർ, കോമൺ ഫ്ലെയിം ബാക്ക് എന്നത് ഈ ചുവന്ന മഞ്ഞ കളറ് മുതുകുള്ള പക്ഷികൾ. ഇവര് ആണ് നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് നിങ്ങൾ മരംകൊത്തികളെ കണ്ടിട്ടുണ്ടാകാൻ ഏറ്റവും സാധ്യത ഇത് തന്നെയായിരിക്കും, ഈ മഞ്ഞ മുതുകുള്ള പക്ഷികൾ. ഇവരെ ഫ്ലെയിം ബാക്കുകൾ എന്നാണ് പറയുക, ഫ്ലെയിം ബാക്ക്. ഈ മൂന്ന് മാത്രമല്ല കേട്ടോ, നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ധാരാളം, എനിക്ക് തോന്നുന്നു ഒരു 6-7 സ്പീഷീസ് മരംകൊത്തികൾ ഉണ്ടാവും. പക്ഷെ അതിനെ എല്ലാത്തിനെയും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമ്മൾ കാണാൻ സാധ്യതയുള്ള പക്ഷികളാണ്.
അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഈ ആദ്യത്തെ പക്ഷി തന്നെയാണ്. ഇതാണ് ബ്ലാക്ക് റംബ്ഡ് ഫ്ലെയിം ബാക്ക് എന്ന് പറയുന്നത്. അതായത് കറുത്ത ഇതുള്ള, പണ്ടൊക്കെ ഒന്ന് ലെസർ ഫ്ലെയിം ബാക്ക് എന്നായിരിക്കും പേര്. ലെസർ ഫ്ലെയിം ബാക്ക് എന്നാണ്. ഇപ്പൊ ബ്ലാക്ക് റംബ്ഡ് ഫ്ലെയിം ബാക്ക് എന്നാണ്. ഇനി ഇതിനെ തിരിച്ചറിയാനായിട്ട് ഈ കണ്ണിലെ പട്ടയാണ് നമ്മൾ നോക്കേണ്ടത്. വളരെ ലൈറ്റ് ആയിട്ടുള്ള പട്ടയായിരിക്കും ഇത്. മറ്റ് ഫ്ലെയിം ബാക്കുകളെക്കാളും ചെറുതാണ്. പക്ഷെ അത് നമ്മൾ പുറത്തിറങ്ങി കുറച്ചു കാലം നോക്കിക്കഴിഞ്ഞാലേ ഇത് വലുതാണോ ചെറുതാണോ എന്നൊക്കെ മനസ്സിലാക്കണം. അപ്പൊ ഈ കണ്ണിലെ ഈ വര വളരെ ഫെയിന്റ് ആയിട്ടുള്ള ഒരു വര ഉണ്ടാവും. അങ്ങനെയാണ് നമ്മളിത് അറിയുക. പെണ്ണുങ്ങൾക്ക്, പിടപ്പക്ഷികൾക്ക് ഈ ചുവന്ന തൊപ്പി ഉണ്ടാവില്ല. ഇത് മലബാർ ഫ്ലെയിം ബാക്ക് എന്ന് പറയുന്ന കുറച്ചും കൂടെ വലിയ മരംകുത്തിയാണ്. മരംകുത്തികൾ ഇങ്ങനെ മരത്തിൽ കയറിപ്പോവും, തണ്ടിൽ കൂടെ ഇങ്ങനെ നടക്കും. ആ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ള ഒരു ധാരണയിൽ ഞാൻ പറയാണ്. അപ്പോ ഇതിന്റെ കണ്ണിന്റെ പട്ട കുറച്ചും കൂടെ തിക്കായിരിക്കും. ഇതിൽ ഈ വരയിൽ ചെറിയ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഇതൊരു പക്ഷേ കോമൺ ഫ്ലെയിം ബാക്ക് എന്ന് പറയുന്ന പേരിൽ മാത്രമേ കോമൺ ആയിട്ടുള്ളൂ. അങ്ങനെ കാണാൻ പറ്റാത്ത ഒരു പക്ഷിയാണ്. കുറച്ചും കൂടെ ഫോറസ്റ്റഡ് ഏരിയയിലൊക്കെ കാണാൻ പറ്റുള്ളവര് അത് കോമൺ ഫ്ലെയിം ബാക്ക് എന്ന് പറയുന്നത്. വേറൊരു ഫ്ലെയിം ബാക്ക് വുഡ്പെക്കറും കൂടെ ഉണ്ട്. അപ്പൊ ഇത് മലബാർ ഫ്ലെയിം ബാക്കും ഇത് ബ്ലാക്ക് റംബ്ഡ് ഫ്ലെയിം ബാക്കും. പിന്നെ തിരുവനന്തപുരത്തൊക്കെ എത്രത്തോളം കാണാൻ പറ്റും എന്ന് എനിക്കറിയില്ല. വയനാടുണ്ട്. ഞാൻ മണ്ണുത്തിയിൽ പറഞ്ഞ പോലെ മണ്ണുത്തിയിലൊക്കെ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് റൂഫസ് വുഡ്പെക്കർ എന്ന് പറയുന്ന ഒരു വുഡ്പെക്കറാണ്. ഇതിന്റെ കോള് കേൾക്കാൻ നല്ല രസമാണ്. മനുഷ്യർ ചിരിക്കുന്ന പോലത്തെ ഒരു കരച്ചിലാണ്. ഇതിനും ഇതുപോലെ രസകരമായുള്ള പക്ഷിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെയും കൂടെ പടത്തിൽ വെച്ചത്. അത്ര പക്ഷി കോമൺ ആണ്, പക്ഷെ നമ്മൾ കാണാനുള്ള സാധ്യത അത്ര ഇല്ല തുടക്കക്കാരെന്നുള്ള നിലയിൽ. പിന്നീടൊക്കെ കാണും. ഇവര് ഇതിന്റെ കൂട് കൂട്ടുന്നത് ഒരുതരം എറുമ്പുകളുടെ കൂട്ടിനുള്ളിലാണ്. നമ്മള് ഉത്തര കേരളത്തിൽ നോർത്തിലൊക്കെ മലബാർ ഭാഗത്തൊക്കെ പുളിയുറുമ്പ് എന്ന് പറയും. അതുപോലെ സൗത്തിലേക്ക് തിരുവനന്തപുരത്തൊക്കെ നീറെന്ന് പറയും. അതുപോലെ അങ്ങനെ നല്ല കടിക്കുന്ന എറുമ്പുകളുണ്ട്. അവര് ഈ മരത്തില് കൂടുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ആ കൂട്ടിന്റെ ഉള്ളിലാണ് ഇവര് പോയിട്ട് മുട്ടയിടുന്നത്. ആ മുട്ട അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പക്ഷിയെ ആ എറുമ്പുകൾ ഉപദ്രവിക്കില്ല. പക്ഷെ വേറെ പക്ഷികൾ അതിന്റെ അകത്തേക്ക് വരില്ല. അതിനൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഈ പക്ഷിക്ക്. ഇത് കൂടാതെ നമുക്ക് ബ്രൗൺ ക്യാപ്ഡ് പിഗ്മി വുഡ്പെക്കർ ഉണ്ട്, കോമൺ ഫ്ലെയിം ബാക്ക്, നേരത്തെ പറഞ്ഞ കോമൺ ഫ്ലെയിം ബാക്ക് ഉണ്ട്, മഹാരാട്ട വുഡ്പെക്കർ. ഇങ്ങനെ ഒരു 6-7 തരം വുഡ്പെക്കറുകളും കൂടെ നമുക്ക് കേരളത്തിൽ സാധാരണയായിട്ട് കാണാം. ചിത്രാങ്കൻ മരംകുത്തി എന്ന് പറഞ്ഞിട്ട് ഹാർട്ട് സ്പോട്ടഡ് വുഡ്പെക്കർ ഉണ്ട്. അത് കറുപ്പും വെളുപ്പും കളറിലുള്ള ചെറിയൊരു മരംകുത്തിയാണ്. ഒരു ടെന്നീസ് ബോളിന്റെ അത്രയൊക്കെ സൈസ് ഉണ്ടുള്ള ഒരു മൈനേക്കാളും ചെറുത് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു കുരുവിയുടെ കാളും കുറച്ചും കൂടെയൊക്കെ വലിയ സൈസുള്ള ഒരു ഉരുണ്ട ഒരു പക്ഷിയാണ് ഹാർട്ട് സ്പോട്ടഡ് വുഡ്പെക്കർ. അതിന്റെ ചിറകില് ഇങ്ങനെ ഹൃദയത്തിന്റെ ഷേപ്പില് നമ്മൾ ഹാർട്ട് വരയ്ക്കൂലേ, അതുപോലത്തെ ഷേപ്പിൽ ഇങ്ങനെ വെളുത്ത പാടുകളൊക്കെ ഉള്ള ഒരു നല്ല രസകരമായിട്ടുള്ള, നമ്മൾ അതിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷം തോന്നും. അങ്ങനത്തെ ഒരു വുഡ്പെക്കർ ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ ഇനി പുറത്ത് പോയി അല്ലെങ്കിൽ പുസ്തകം വായിച്ചൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. പിന്നെ കൊക്കുകള് ഇത് വളരെ കോമൺ ആയിട്ടുള്ള, എല്ലാവരും കണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ബേർഡ്സ് ആണ്. കാരണം നീർപക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒറ്റ നോട്ടത്തിൽ എല്ലാത്തിനും വെളുത്ത കളറാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് കൃത്യമായി നിരീക്ഷിച്ച് അവയെ ഏതെല്ലാം സ്പീഷീസ് ആണെന്ന് പഠിക്കാൻ ഒരു തുടക്കക്കാരന് പറ്റിയത് ഈ പറയുന്ന പോലെ ജലപക്ഷികളാണ്. കാരണം അതിന് മരത്തിന്റെ ഇടയിൽ മറഞ്ഞിരിക്കുകയോ അല്ലെങ്കിൽ വേഗം പറന്നു പോവുക അങ്ങനെയൊന്നുമില്ല. ഇവരെല്ലാ കൂട്ടത്തോടെ നമ്മുടെ അടുത്തൊക്കെ തന്നെ ആയിട്ടിരുന്നോളും. നമുക്ക് ഒരു സൈഡിലിരുന്ന് അവരെയൊക്കെ നോക്കി പഠിക്കാനൊക്കെ പറ്റും. ഇത് കൊളക്കൊക്ക് എന്ന് പറയുന്ന പോണ്ട് ഹെറോൺ എന്ന ഇംഗ്ലീഷ് പേരുള്ള ഇന്ത്യൻ പോണ്ട് ഹെറോൺ എന്ന് പറയുന്ന പക്ഷിയാണ്. ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം, ഇരിക്കുമ്പോൾ ഇതിനൊരു ബ്രൗൺ ഗ്രീൻ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു കളറായിരിക്കും. പറന്നു പോകുമ്പോൾ വെളുത്തായിരിക്കും കാണുക. കാരണം ഇതിന്റെ ചിറകിന്റെ അടിയും ബാക്കി കംപ്ലീറ്റും വൈറ്റ് ആയിരിക്കും. ഈ ഇരിക്കുമ്പോൾ ചിറക് മടക്കി ഇരിക്കുന്ന ഭാഗം മാത്രമേ ഈ ഒരു ബ്രൗണിഷ് കളറായിട്ടുള്ളൂ. ഇതിനെയാണ് ഇന്ത്യൻ പോണ്ട് ഹെറോൺ എന്ന് പറയുന്നത്. ഇത് കേരളത്തില് വളരെ അപൂർവമായിട്ട് മാത്രമേ ഇവരുടെ അത് പോട്ടെ. അപ്പൊ ഇതാണ് ഇന്ത്യൻ പോണ്ട് ഹെറോൺ. പിന്നെ ഇതാണ് കാറ്റ് ലിഗ്രറ്റ് എന്ന് പറയുന്ന പക്ഷി. ഓക്കെ, വെളുത്ത കൊക്കുകൾ പലതരത്തിലുണ്ട്. ഇപ്പൊ 2 ഭാഗം മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇനി വേറെ ഒരു 2 കൂടെ ഉണ്ട്. എല്ലാവരും കാണാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും, വെളുത്തിട്ട് കറുത്ത കാലും ആയിട്ടുള്ള പക്ഷികളായിരിക്കും. ചിലതിന്റെ കൊക്ക് മഞ്ഞയായിരിക്കും, ചിലതിന്റെ കറുത്ത കൊക്കായിരിക്കും. അനു നിർത്താറായോ? എന്താണ് സ്ഥിതി?
അല്ല, it's 9 o'clock. അപ്പൊ maybe 15 more minutes. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. ഇതാണ് എഗ്രറ്റുകൾ എന്നാണ് ഈ വെള്ളക്കൊക്കുകൾ, വെള്ളരിക്കൊക്കുകൾ എന്നൊക്കെ പറയും, വെള്ളക്കൊക്കുകളെ വിളിക്കുന്നത്. ഇത് ഹെറോൺ ആണ്. ഇത് കൂടാതെ വേറെയും കുറച്ച് ഹെറോണുകൾ ഉണ്ട്. ഇതിനേക്കാൾ വലിയ ഹെറോണുകളാണ് ചായമുണ്ടി എന്ന് പറയുന്ന പർപ്പിൾ ഹെറോൺ, ചാരമുണ്ടി എന്ന് പറയുന്ന ഗ്രേ ഹെറോൺ ഒക്കെ. അതൊക്കെ നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് കാണുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി പഠിക്കുകയോ ഒക്കെ നോക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ ഇതാണ് കാലിമുണ്ടി, അല്ലെങ്കിൽ കാറ്റിൽ എഗ്രറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പശുക്കളുടെയൊക്കെ കൂടെ നടക്കുന്ന സ്ഥിരമായി കാണുന്ന ആളാണ്. ഇതും ഒരു തരത്തിൽ ഒരു മൈഗ്രന്റ് ആണ്, ഒരു ദേശാടന പക്ഷിയാണ്. കാരണം ഇത് കൂടുകൂട്ടുന്നത് മഴക്കാലത്ത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആവുമ്പോൾ ഇവരെല്ലാവരും കർണാടകം അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക്, ഇന്ത്യയിൽ തന്നെ ചെറിയ കുറച്ച് ദൂരത്തേക്കേ പറക്കുള്ളൂ, ലോക്കൽ മൈഗ്രേഷൻ നടത്തും. അങ്ങനെ നമ്മൾ കേരളത്തിലൊന്നും ഇതിന്റെ അങ്ങനെ കൂടുകൾ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ വയനാട് പനമരത്ത് പണ്ട് മുതലേ കൂട് കൂട്ടാൻ നമുക്ക് ഒരു 5-6 കൂടുകൾ കാണാറുണ്ട്. പനമരമാണ് കേരളത്തിലെ ഏറ്റവും വലിയ കൊറ്റില്ല, കൊറ്റികൾ ഇങ്ങനെ കൂട് അല്ലെങ്കിൽ എല്ലാം ഒരുമിച്ച് ചേക്കറുന്നതും കൂട് വയ്ക്കുന്നതായിട്ടുള്ള സ്ഥലം. അപ്പൊ ഈ കൊക്കുകളെല്ലാം അങ്ങനെ ഒരു കമ്മ്യൂണൽ നെസ്റ്റിംഗ് ആണ്, ഒരു കൂട്ടത്തോടെ വന്നിട്ട് കൂട് വെച്ചിട്ട് അങ്ങനെയാണ് താമസിക്കുക. അപ്പൊ അതിന്റെ അകത്ത് ഇടയ്ക്ക് ഇവര് കൂട് വയ്ക്കുന്ന കാണാം. പാലക്കാടൊക്കെ ഈ അടുത്ത് കൂട് കൂട്ടുന്ന കണ്ടിട്ടുണ്ട്. കൂട് കൂട്ടാറാവുമ്പോഴേക്കും ഇവര് ശരിക്കും, അതുകൊണ്ട് നമ്മള് മഴക്കാലമൊക്കെ എത്തുമ്പോൾ ഇപ്പോഴവരെയൊക്കെ കാണാം. മഴക്കാലത്തോടടുക്കുമ്പോൾ ഇവരെല്ലാവരും ആ സമയമാകുമ്പോഴേക്കും ഇവർ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ, ഇതിന്റെ അകത്ത് ഈ മഞ്ഞപ്പാടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഈ മഞ്ഞപ്പാടുകൾ ഇവരുടെ ശരീരം മുഴുവൻ വരും. അങ്ങനെ കുറച്ച് യെല്ലോയിഷ് കളർ ആവും. അപ്പോഴേക്കും അത് ബ്രീഡിംഗ് പ്ലൂമേജിലേക്ക് ആവും. പല പക്ഷികൾക്കും ഈ എന്താ പറയാ, ഓരോ കാലഘട്ടത്തിലും ഓരോ തരം കളറുകൾ ഉണ്ടാകാം. എല്ലാ പക്ഷികൾക്കും ഉണ്ടാവണമെന്നുമില്ല. അപ്പൊ ചിലത് ചെറുപ്പത്തില് അതിനൊരു കളറായിരിക്കും, അത് വളർന്ന് മുതിർന്ന് വരുംതോറും അതിന്റെ കളറ് മാറി വരും. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും 2 തരം കളർ ഉണ്ടാവും. ഒരു ഉദാഹരണം കാക്കക്കുയിലും പുള്ളിക്കുയിലും നല്ലൊരു ഉദാഹരണമാണ്. കാരണം കാക്കക്കുയിലും പുള്ളിക്കുയിലും രണ്ടും ഒരേ സ്പീഷീസ് ആണ്. ഏഷ്യൻ കോയൽ എന്ന് പറയുന്ന, ഇതിനകത്ത് സ്ലൈഡിൽ ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഏഷ്യൻ കോയൽ എന്ന് പറയുന്ന സ്പീഷീസ് ആണ്. അതില് കാക്കക്കുയിൽ, അതായത് മുഴുവനായിട്ട് കറുത്ത് ചുവന്ന കണ്ണുള്ള കുയില് കാക്കക്കുയിലാണ്, അത് ആണും. മറ്റേ പുള്ളിയുള്ള കുയില് പെണ്ണുമാണ്, കൂവുന്ന കുയില്. അപ്പോ അതുപോലെ അത് ആണും പെണ്ണും രണ്ട് കളറാണ്. അതേപോലെ തന്നെ ചില ഈ പക്ഷികൾക്കൊക്കെ പ്രജനനത്തിനുള്ള സമയമാകുമ്പോൾ, ഇണ ചേരാനും കൂട് കൂട്ടാനും ഒക്കെ ആവുന്ന സമയമാകുമ്പോൾ ഇവരുടെ കളറിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇതിന്റെ കഴുത്തൊക്കെ ഫുള്ള് മഞ്ഞ കളറാവും, ബാക്കിൽ ഒരു ബ്രൗണിഷ് കളറൊക്കെ വരും. ഇതിന്റെ തലയുടെ ബാക്കിൽ നിന്ന് ഇങ്ങനെ കുടുമ പോലെ ഒരു തൂവൽ ഇങ്ങനെ വരും. അങ്ങനെയൊക്കെയുള്ള ഇതിന്റെ ഈ സൈഡിൽ ഇങ്ങനെ ചെറിയ തൂവലുകൾ കാണുന്നില്ല, ഇത് കുറച്ചും കൂടെ വികസിച്ച് നല്ല രസത്തില് മയിലിന്റെ പീലി പോലെയൊക്കെ ആവും. അപ്പൊ അതൊക്കെ കൊറ്റിലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഒരു ജൂലൈ ഓഗസ്റ്റ് ഒക്കെ സമയമാകുമ്പോൾ കൊക്കുകൾ കൂട് കൂട്ടുന്ന സ്ഥലം നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ പോയി കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. അപ്പൊ വളരെ രസകരമായിട്ടുള്ള കാഴ്ചകളാണ് ഇതെല്ലാം. അപ്പൊ ഇതാണ് കാലിമുണ്ടി. അപ്പൊ പശുക്കളുടെയും ട്രാക്ടറുടെ പിന്നാലെയൊക്കെ പാടത്തൂടെ നടക്കുന്ന മിക്കവാറും ഇതായിരിക്കാം. അപ്പൊ ഇവരുടെ കൊക്ക് എല്ലാ കാലത്തും മഞ്ഞ കളറായിരിക്കും. അതേപോലെ എല്ലാ കാലത്തും കറുത്ത കൊക്കുള്ള കറുത്ത ബീക്കുള്ള ഈ കൊക്കിന്റെ പേരാണ് ലിറ്റിൽ ഈഗ്രറ്റ്. ചിന്നമുണ്ടി എന്നാണ് മലയാളം പേര്. ലിറ്റിൽ ഈഗ്രറ്റ്. കാല് കറുത്തായിരിക്കും, കാലിന്റെ അറ്റത്ത് മഞ്ഞ ഉണ്ടാവും. ഇതിന് എല്ലാ കാലത്തും. അതേസമയം ഇതേപോലെ തന്നെ ഇതേപോലെ ഇരിക്കും, പക്ഷെ ഇതിന് ഈ കറുത്ത കൊക്കിന് പകരം മഞ്ഞ കൊക്കുള്ള പക്ഷിയുണ്ട്. അത് ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ മീഡിയം ഇഗ്രറ്റ് എന്ന് പറയുന്ന പക്ഷിയാകാനാണ് സാധ്യത. കാരണം അതിനേക്കാൾ കുറച്ചും കൂടെ വലിയ സൈസുള്ള ഗ്രേറ്റ് ഇഗ്രറ്റും ഉണ്ട്. അവർ രണ്ടും ഇതിന്റെ പോലെ തന്നെ മഞ്ഞ കൊക്ക്. ബാക്കിയെല്ലാം ഫീച്ചർ, കഴുത്തിന്റെ ഒക്കെ വളവൊക്കെ കണ്ടില്ല, ഇതിനത്ര വളഞ്ഞ കഴുത്തൊന്നുമില്ല. പക്ഷെ ഈ വളവുള്ള കഴുത്തുള്ള മഞ്ഞ കൊക്കുള്ള പക്ഷികളാണെങ്കിൽ അത് മീഡിയം ഇഗ്രറ്റോ ഗ്രേറ്റ് ഇഗ്രറ്റോ ആകാം. അതില് ഗ്രേറ്റ് ഇഗ്രറ്റ് ആണെങ്കിൽ കണ്ണിന്റെ പിന്നാലേക്ക് ഇങ്ങനെ ഒരു വരയൊക്കെ കാണാം. അപ്പൊ അതൊക്കെ നമ്മൾ കുറച്ചും കൂടെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോഴേ അതിലേക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ എന്താ പറയാ, തുടക്കക്കാരാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്നോർത്ത് ആദ്യം പിടിക്കണ്ട. നമുക്ക് ചുറ്റും കാണുന്നതിന് ഇതൊക്കെ ആണോ എന്ന് കണ്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. മെല്ലെ മെല്ലെ നിങ്ങൾക്ക് ആ വ്യത്യാസങ്ങൾ നിങ്ങളുടെ മുന്നിൽ തന്നെ തുറന്നു വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഇനി കുറച്ച് നീർപക്ഷികളാണ്, താറാവുകള് ഒക്കെയാണ്. അപ്പോൾ ഇതില് ഒന്നാമതുള്ളത് ഇത് മുങ്ങാങ്കോഴി എന്ന് പറയുന്ന താറാവാണ്. ഇതിനെയൊക്കെ കാണാൻ വളരെ സുഖമാണ്, വളരെ എളുപ്പമാണ്. കാരണം എന്താണ്, വെള്ളത്തിലായിരിക്കും കിടക്കുന്നത്. അപ്പൊ കുറച്ച് ദൂരെ ആയിരിക്കും എന്ന് മാത്രം, നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. കുറച്ച് ദൂരെ മാറി ഇങ്ങനെ വെള്ളത്തിൽ ഒഴുകുന്ന കാണാൻ പറ്റും. അപ്പൊ ഒരു ബൈനോക്കുലർ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ വൃത്തിക്ക് കാണാം.
ഇത് ഈ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ പക്ഷിയാണിത്. മുങ്ങാങ്കോഴി എന്ന് പറയും. ഇത് ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങി പൊങ്ങും. നമ്മൾ നീർക്കാക്കകളൊക്കെ പോലെ തന്നെ മുങ്ങാൻ പൊങ്ങുകയൊക്കെ ചെയ്യുന്ന ഒരു പക്ഷിയാണ്. ലിറ്റിൽ ഗ്രീബ് എന്നാണ് ഇംഗ്ലീഷ് പേര്. ഇത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന താറാവ് വർഗത്തിൽപ്പെട്ട പക്ഷിയാണ്. താറാവിലെ ചെറിയ താറാവുകളെ ടീലുകൾ എന്ന് പറയും, എരണ്ട എന്ന് പറയും, ടീൽ എന്ന് പറയും. ഇത് ലെസർ വിസിലിംഗ് ടീൽ, ചൂളൻ എരണ്ട എന്നുള്ളതാണ്. വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു വിസിലിംഗ് സൗണ്ടോട് കൂടി ഇങ്ങനെ ചുറ്റും നമുക്ക് കായലിലൊക്കെ പോയി കഴിഞ്ഞാലൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നത് കാണാൻ പറ്റും. കായലിന്റെ തീരത്തൊക്കെ ഈ വാട്ടർ ഹയാസ് എന്നുണ്ടല്ലോ, ആഫ്രിക്കൻ പായലൊക്കെ, അതിന്റെയൊക്കെ ഇടയിലൊക്കെ ഇവരുണ്ടാവും, ഇഷ്ടം പോലെ ഉണ്ടാവും. ഇനി നോക്കിയാൽ കാണാൻ പറ്റും. അതിനേക്കാളും കുറച്ചും കൂടെ വലിയ താറാവാണ് ഇത്. ഇത് ടീലാണ്, ഇത് ഡക്കാണ്. കുറച്ചും കൂടെ ഇതിനേക്കാളും ഈ ടീലിനേക്കാളും കുറെ കൂടെ വലുതാണ്. ചിറകിന്റെ അറ്റത്ത് കൊക്കിന്റെ അറ്റത്ത് കറുത്ത കൊക്കും അതിന്റെ അറ്റത്ത് ഒരു മഞ്ഞ പുള്ളി അല്ലെങ്കിൽ ഒരു ഭാഗമുള്ള ഇതുകൊണ്ട് ഇതിന്റെ പുരുകം, നേരത്തെ പറഞ്ഞ ഒരു വെള്ള പുരുകം നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലെ, പുരുകമുണ്ട്. പിന്നെ ചിറകില് ഇവിടെ ഒരു നീല പാച്ച് ഉണ്ട്. അപ്പൊ ഇതിനെയാണ് പുള്ളിച്ചുണ്ടൻ താറാവ് എന്ന് പറയുന്നത്. സ്പോട്ട് ബിൽഡ് ഡക്ക് എന്നാണ് ഇതിന്റെ ഇംഗ്ലീഷ് പേര്. അപ്പോൾ ഇത് ലിറ്റിൽ ഗ്രീബ്, ഇത് ലെസർ വിസിലിംഗ് ടീൽ, ഇത് സ്പോട്ട് ബിൽഡ് ഡക്ക്. ഇതിനേക്കാളും കുറച്ചും കൂടെ വലുതാകുമ്പോൾ ഗൂസ് എന്ന് പറയും. പക്ഷെ ഇതിനേക്കാൾ ചെറിയൊരു ഈ ടീലിനേക്കാളും വലുതും ഡക്കിനേക്കാളും ചെറുതായിട്ടുള്ള ഒരു ഗൂസ് ഉണ്ട്. കോട്ടൺ പിഗ്മി ഗൂസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗൂസ് നമ്മുടെ നാട്ടിൽ എല്ലാപ്പോഴും കാണാൻ പറ്റും. ഇനി മീൻകൊത്തികള്. ഇതിൽ മിക്കവാറും നിങ്ങൾ എല്ലാവരും ഈ ഒരാളെ കണ്ടിട്ടുണ്ടാവും. ഇതാണ് വൈറ്റ് ത്രോട്ടഡ് കിങ്ഫിഷർ. കണ്ട, വെള്ള മാരടവും കഴുത്തും മാരടവും കാണാൻ പറ്റും. ബാക്കിയൊക്കെ ബ്രൗണും നീല ചിറകും. ഇത് കുറച്ചും കൂടെ വലിയ മീൻകൊത്തിയാണ്. നിങ്ങൾ ആലപ്പുഴയോ തൃശ്ശൂർ കോളിന്റെ ഭാഗത്തോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു നല്ല നിരീക്ഷണം ആവണമെന്നില്ല. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാളും കുറച്ചും, ഇതിന്റെ ഏകദേശം ഇരട്ടി വലുപ്പമുള്ള നല്ല വലിയ എന്താ പറയാ മീൻകൊത്തിയാണ് ഈ സ്റ്റോർക്ക് ബിൽഡ് കിങ്ഫിഷർ. അതുപോലെ തന്നെ നമുക്ക് ഈ മീൻകൊത്തികളെല്ലാം നീല കളറാണെന്നാണല്ലോ നമ്മുടെ ധാരണ. പക്ഷെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മീൻകൊത്തി ഉണ്ട്. ഇത് പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെ കാണുന്നില്ല. പൈഡ് കിങ്ഫിഷർ എന്നാണ് പറയാ. എന്റെ വീടിനടുത്തൊരു കനാലൊക്കെ ഉണ്ടായിരുന്നു. അതിലൂടെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പക്ഷി നിരീക്ഷണം തുടങ്ങുന്ന സമയത്ത് ആദ്യമായിട്ട് എന്നെ ശ്രദ്ധ ആകർഷിച്ച പക്ഷികളിൽ ഒന്നാണിത്. കാരണം ഇത് ഇങ്ങനെ കായലിന്റെ മുകളിലൂടെ പറന്നിട്ട് ആകാശത്ത് തന്നെ നിന്നിട്ട് ഹോവർ ചെയ്യും. അതായത് അവിടെ തന്നെ നിന്നിട്ട് ചിറക് ഇങ്ങനെ അടിക്കും. എന്നിട്ട് താഴെ പുഴയിൽ കൂടെ പോകുന്ന മീന് പോകുന്നത് ഇങ്ങനെ നോക്കും. എന്നിട്ട് മീനിനെ കണ്ടു കഴിഞ്ഞാൽ ചിറകടി നിൽക്കും. അപ്പൊ ഇങ്ങനെ അത് നിലത്ത് വീഴും, വെള്ളത്തിൽ ഇങ്ങനെ വീഴും, കല്ല് വീഴുന്ന പോലെ. അങ്ങനെ വീണ് ആ മീനിനെ കൊത്തിയെടുത്ത് പറന്നു പോകും. അങ്ങനെ അതൊക്കെ കണ്ടാണ് ഞാനൊക്കെ പക്ഷി നിരീക്ഷകനായി മാറിയത്. പക്ഷെ ഇതിനിപ്പോ ഒരു സ്റ്റേറ്റ് ഓഫ് ഇന്ത്യാസ് ബേർഡ്സ് എന്ന് പറഞ്ഞ ഒരു നമ്മൾ പക്ഷികളുടെ ഒരു കണക്കെടുപ്പൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ഇവരുടെ എണ്ണം വല്ലാതെ കുറയുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ കാണാൻ പറ്റിയാൽ ഒരു ഭാഗ്യമാണ്. നമ്മളൊക്കെ ഇങ്ങനെ എന്താ പറയാ പ്രചോദിപ്പിക്കുന്ന ഒരു പക്ഷിയാണ്. പിന്നെ ഈ പറയുന്ന പോലെ എല്ലാ തോട്ടുകളിലും അതുപോലെ അരുവികളുടെയൊക്കെ വശത്ത് ഈ ചെറിയ കോമൺ കിങ്ഫിഷർ എന്ന് പറയുന്ന കിങ്ഫിഷറാണ്. ഇവരും വളരെ സാധാരണയായിട്ട് കാണാറുണ്ട്. കോമൺ കിങ്ഫിഷർ ചെറിയ കിങ്ഫിഷറാണ്. ഇതാണ് നമ്മൾ പൊതുവെ കണ്ടിട്ടുണ്ടാവുക. ഇത് ഭയങ്കര ഒച്ചയൊക്കെയാണ്, ഇങ്ങനെ കിക്കി എന്ന് പറഞ്ഞ് കരയുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവന് വലിയ വെള്ളം ആവശ്യമില്ല. മീൻകൊത്തി ആണെങ്കിലും പാറ്റയും ഓന്തിനെയൊക്കെ പിടിച്ച് ജീവിക്കുന്ന ഒരു മീൻകൊത്തിയാണിത്. പക്ഷെ ബാക്കി 3 പേർക്കും ജലാശയങ്ങൾ വേണം, വെള്ളം വേണം. വെള്ളമുള്ള സ്ഥലങ്ങളിലാണ് ഈ ബാക്കി മീൻകൊത്തികളെയൊക്കെ കാണുന്നത്. പിന്നെ നത്തുകളും മൂങ്ങകളും. അപ്പൊ മൂങ്ങകൾ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ എല്ലാവർക്കും വളരെ താല്പര്യമുള്ള ജീവികൾ, ഉണ്ടക്കണ്ണും വളരെ ക്യൂരിയസ് ആയിട്ടുള്ള മുഖമൊക്കെ ഉള്ള ജീവികളാണ് ഈ മൂങ്ങകൾ. അതിന്റെ മുഖത്തിന്റെ ഷേപ്പൊക്കെ കാരണം ധാരാളം കഥകളിലെയൊക്കെ കഥാപാത്രങ്ങളാണ്. അപ്പൊ അതിലെ മൂങ്ങകളിൽ ചെറിയ മൂങ്ങകൾ ഔളറ്റുകൾ എന്ന് പറയും. ഔളറ്റ് അഥവാ അതിന്റെ മലയാളം പേര് നത്തുകൾ എന്ന് പറയും. അതില് കോമൺ ആയിട്ട് കാണുന്ന നത്തുകളിൽ ഒന്നാണ് ഇത് സ്പോട്ടഡ് ഔലറ്റ് എന്നാണ് ഇതിന്റെ പേര്. പുള്ളി നത്ത് എന്ന് പറയും. വയനാട് വളരെ കുറവാണ്, ഞാൻ അങ്ങനെ വയനാട് കണ്ടിട്ടില്ല. പക്ഷെ തിരുവനന്തപുരത്ത് സിറ്റിയിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ സിറ്റി ലിമിറ്റ്സിലൊക്കെ ഉണ്ടാവും. നമ്മുടെ ടൗണിലൊക്കെ മൂങ്ങ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ തിരക്കില്ലാത്ത ടൗണുകൾ, ഒരു 7 മണി വൈകുന്നേരം 6 മണി 7 മണിക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ തിരക്കില്ലാത്ത സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ മിക്കവാറും ഇതിനെ കാണാൻ പറ്റും. സ്പോട്ടഡ് ഔലറ്റ് എന്നാണ് ഇതിന്റെ പേര്. കുറച്ചും കൂടെ ഉള്ളില് ഫോറസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ
വയനാട് ഞാൻ കണ്ടിട്ടില്ല. വയനാട് ഇത് കുറച്ച് കുറവാണ്. അതേസമയം മണ്ണുത്തിയിൽ ഞാൻ പഠിച്ച സ്ഥലത്ത് അതുപോലെയുള്ള മിഡ്ലാൻഡുകളിൽ കുറച്ച് ഫോറസ്റ്റഡ് ആയിട്ടുള്ള ഏരിയകളിൽ ഇവരെയും കാണാൻ പറ്റും. ഇതാണ് ബാർഡ് ജംഗിൾ ഔട്ട്ലെറ്റ് എന്നായിരുന്നു പഴയ പേര്. ഇപ്പൊ അതിനെ ഇന്ത്യൻ ഔട്ട്ലെറ്റ്, ജംഗിൾ ഔട്ട്ലെറ്റ് എന്ന് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ബാർഡ് ജംഗിൾ ഔട്ട്ലെറ്റ് എന്നാണ് പണ്ട് വിളിച്ചത്. ഇപ്പൊ പുതിയ പേരിൽ എനിക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ജംഗിൾ ഔട്ട്ലെറ്റ് എന്ന് നിങ്ങൾക്ക് ഓർത്തു വയ്ക്കാം. അതിന്റെ വര ഇങ്ങനെ നെടുകയുള്ള വര, ഇതാണ് ബാറിങ് എന്ന് പറയുന്നത്. ഇത് സ്പോട്ടാണ്, പുള്ളിക്കുത്തുകളാണ് കൂടുതലുള്ളത്. ഇതാണ് ഔട്ട്ലെറ്റുകൾ. പിന്നെ വലിയ മൂങ്ങകൾ ഔളുകൾ എന്ന് പറയും. അതില് ഇത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു മൂങ്ങയായിരിക്കും. ഇങ്ങനെ ഹാർട്ട് ഷേപ്പുള്ള, മുഖത്ത് വെള്ളയുള്ള, നല്ല ഭംഗിയുള്ള പക്ഷിയാണ്. ഇതിനാണ് വെള്ളിമൂങ്ങ എന്ന് പറയുന്നത്. വെള്ളിമൂങ്ങ എന്ന് പറയും. ബാൺ ഔൾ എന്നാണ് ഇംഗ്ലീഷ് പേര്, ബാൺ ഔൾ. വെള്ളിമൂങ്ങ ഈ പറയുന്ന പോലെ ഒരു കർഷക സുഹൃത്താണ്. കാരണം ബാണിലാണ് ഇത് ഉണ്ടാവുക. അതായത് കെട്ടിടങ്ങളോട് ഇതിനൊരു താല്പര്യമുണ്ട്. അപ്പൊ അങ്ങനെ വലിയ ആൾക്കാർ താമസമൊന്നും ഇല്ലാത്ത കെട്ടിടമൊക്കെ ആണെങ്കിൽ വെള്ളിമൂങ്ങ വന്ന് അവിടെ കൂടൊക്കെ വെച്ച് കുട്ടികളെ തേലിയൊക്കെ പിടിച്ചു കൊടുത്ത് അങ്ങനെ ജീവിച്ചു പോകാറുണ്ട്. വളരെ ഷാർപ്പായിട്ടുള്ള ഒരു സ്ക്രീച്ചിങ് സൗണ്ടാണ്. സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഇഷ്ടപ്പെടില്ല. അതാണ് വെള്ളിമൂങ്ങ. പിന്നെ ഇങ്ങേ അറ്റത്തുള്ളത് മീൻ കൂമ്പനാണ്. ബ്രൗൺ ഫിഷ് ഔൾ പറയുന്ന പക്ഷിയാണ്. ഇത് ഒരു ജലാശയങ്ങളോടൊക്കെ ചേർന്നൊക്കെയാണ് ഇവര് താമസിക്കുക. മീനാണ് ഇവരുടെ മെയിൻ ഭക്ഷണം. പിന്നെ നടുക്കുള്ളതാണ് മോട്ടിൽഡ് വുഡ് ഔൾ. വുഡ് ഔളുകൾ കുറച്ച് വലിയ കാട്ടിലൊക്കെ അല്ലെങ്കിൽ കുറച്ച് ഫോറസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കാണുന്ന, കാട്ടിലൊക്കെ കാണുന്ന കൂമന്മാരാണ്. അപ്പൊ ഇതിനൊരു പ്രത്യേക രീതിയിലുള്ള കരച്ചിലാണ്. ഇപ്പൊ പൂവാം ഇങ്ങനെയുള്ള ഒരു കരച്ചിലാണ്. അപ്പൊ പണ്ടത്തെ ആൾക്കാർ വിചാരിച്ചിരുന്നത് ഇങ്ങനെ കാലം വന്ന് പൂവാം എന്ന് പറയുന്നതാണെന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ കാലം കോഴി എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കാലം കോഴി എന്നൊരു പക്ഷിയെ കുറിച്ച്. അപ്പൊ ഈ കാലം കോഴി എന്ന് പറയുന്നത് ഈ മോട്ടിൽഡ് വുഡ് ഔളാണ്. അപ്പൊ കാലം വന്ന് പൂവാന്ന് പറയുന്നതാണെന്ന് പഴയ വയസ്സായ ആൾക്കാരൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വിചാരിച്ചിരുന്നു. അപ്പൊ അത് അങ്ങനെ കരയുന്ന പക്ഷി ഇതാണ്. ഇത് മോട്ടിൽഡ് വുഡ് ഔൾ എന്ന് പറയുന്ന ഒരു മൂങ്ങയാണ്. പ്രിഡേറ്റർ ആണ്. മൂങ്ങകളെല്ലാം പ്രിഡേറ്ററി ബേർഡ്സ് ആണ്. ഈ ചെറിയ പാമ്പിനെയും ഓന്തിനെയും എലികളെയൊക്കെ പിടിച്ച് തിന്നുന്ന പക്ഷികളാണ്. ഒന്നാം തരം ഹണ്ടേഴ്സ് ആണ് മൂങ്ങകൾ. പിന്നെ പ്രാവുകള്. ഓക്കെ, ഇനി നമുക്ക് കൂടുതൽ പക്ഷികളെ കുറിച്ച് ഞാൻ പറയാതിരിക്കുന്ന നല്ലത്. പ്രാവുകള്, വലിയ പ്രാവുകളെ പീജിയൻസ് എന്നും ചെറിയ പ്രാവുകളെ ഡൗസ് എന്നും പറയും. ഇതില് നമുക്ക് ഇതിനെയാണ് ഫെറൽ പീജിയൻ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നില്ല. നമ്മുടെ ഒരു വിശ്വാസം പ്രാവുകൾക്ക് നീല കളറാണെന്നാണല്ലോ. പക്ഷെ ഈ പ്രാവിന് മാത്രമേ നീല കളറുള്ളൂ. നമ്മുടെ നാട്ടിൽ കാണുന്ന ബാക്കി എല്ലാ പ്രാവുകൾക്കും ഒരു പച്ച കലർന്ന കളറാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള പ്രാവല്ല. ഇത് യൂറോപ്പിൽ നിന്ന് കപ്പലില് പണ്ട് സായിപ്പന്മാർ വന്നപ്പോൾ അവരുടെ കൂടെ കയറി വന്ന പക്ഷികളാണ്. അവരിവിടെ താമസമാക്കിയതാണ്. ഇവര് പാറക്കെട്ടുകളിൽ ആണ് ശരിക്കും ഒറിജിനലി കൂട് കൂട്ടിയിരുന്നത്. ഇപ്പൊ അത് ബിൽഡിംഗ്, അതുകൊണ്ടാണ് അവർക്ക് ബിൽഡിങ്ങുകളിൽ കൂട് കൂട്ടാൻ ഒരു താല്പര്യം. വലിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പ്രാവ് വരുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് മിക്കവാറും ഈ പ്രാവുകളാണ്. ഇത് നമ്മുടെ നാട്ടില് വളരെ കോമൺ ആയിട്ടുള്ള വുഡഡ് ആയിട്ടുള്ള മരങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ കാണുന്ന പച്ചപ്രാവാണ്. ഇതിനെ ഗ്രേ ഫ്രണ്ടഡ് ഗ്രീൻ പീജിയൻ എന്നാണ്. അതിന്റെ തലയിൽ ചുവന്ന അല്ല ഗ്രേ കളർ തലയായിരിക്കും. തലയിൽ ഇങ്ങനെ ഒരു വാഷ് ഉണ്ടാവും, ഗ്രേ കളർ ഇത്. അതുപോലെ കാല് ചുവപ്പായിരിക്കും. ഇതേപോലെ തന്നെ മഞ്ഞ കാലുള്ള യെല്ലോ ഫൂട്ടഡ് ഗ്രീൻ പീജിയനും ഉണ്ട്. അപ്പൊ ഇത് ഗ്രേ ഫ്രണ്ടഡ് ഗ്രീൻ പീജിയൻ, മറ്റേത് യെല്ലോ ഫൂട്ടഡ് ഗ്രീൻ പീജിയൻ. പിന്നെ വളരെ കുറച്ച് അൺകോമൺ ആയിട്ടുള്ള, സാധാരണ അല്ലാതെ കാണുന്ന ഇതിൽ ഓറഞ്ച്, ഈ ബ്രസ്റ്റ് ഓറഞ്ച് കളറുള്ള ഓറഞ്ച് ബ്രസ്റ്റഡ് ഗ്രീൻ പീജിയനും ഉണ്ട്. പിന്നെ ഇത് ചെറിയ പ്രാവുകള്, ഡവുകള്. ഇതില് ഏറ്റവും കോമൺ ആയിട്ടുള്ള കുർ എന്ന് പറഞ്ഞ് കരയുന്ന, നമ്മുടെ നാട്ടും വീട്ടുവളപ്പിലൊക്കെ കാണുന്ന ഒരു പക്ഷിയാണിത്. അതിന്റെ കഴുത്തിന്റെ ബാക്കിൽ ഇങ്ങനെ അരിമണി പോലെ കുത്തുകൾ ഉള്ളത് കൊണ്ട് തന്നെ മലയാളത്തിൽ അരിപ്രാവ് എന്ന് പറയും, ഇംഗ്ലീഷില് സ്പോട്ടഡ് ഡവ് എന്ന് പറയും. ഇത് മരതക പ്രാവ്, എമറാൾഡ് ഡവ്. ഇത് കുറച്ചും കൂടെ ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളിലേ കാണുള്ളൂ. ചെമ്പോത്ത് അഥവാ ഉപ്പൻ എന്ന് പറയുന്ന പക്ഷി, ചുവന്ന കണ്ണും ചെസ്നട്ട് കളർ ചിറകൊക്കെ ഉള്ള പക്ഷികൾ. ഇതിന്റെ വേറൊരു വകഭേദമാണ് പുല്ലുപ്പൻ എന്ന് പറയുന്ന ലെസർ കൂക്കൽ. ബുൾബുളുകൾ, ഇരട്ടത്തലച്ചി എന്ന് നമ്മൾ പറയുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും തോന്നുന്നു. ഇതിൽ ചുവന്ന മീശയുള്ള ബുൾബുളിനെ റെഡ് വിസ്കേർഡ് ബുൾബുൾ എന്ന് പറയും. പിന്നെ ഇത് കൂടാതെ വേറെ ഒരു സ്പീഷീസ് ആണ്. അതിന് ഈ ചുവന്ന മീശയോ അല്ലെങ്കിൽ ഇതിന് എത്രയും വലിയ ക്രസ്റ്റോ ഉണ്ടാവില്ല. ഇതിനെ റെഡ് വെൻഡഡ് ബുൾബുൾ, വെൻഡ് രണ്ടിന്റെയും ചുവപ്പാണ്, പക്ഷെ ഇതിനെയാണ് റെഡ് വെൻഡഡ് ബുൾബുൾ എന്ന് പറയുന്നത്. ഇത് യെല്ലോ ബ്രോഡ് ബുൾബുൾ. ഇത് നമ്മുടെ വയനാട്ടിലൊക്കെ മാത്രമുള്ള ഞങ്ങളുടെ സ്വന്തം പക്ഷിയാണ് യെല്ലോ ബ്രോഡ് ബുൾബുൾ. വയനാട്ടിൽ മാത്രമല്ല, വയനാട് അതുപോലെ എനിക്ക് ഒന്ന് കുറച്ചും കൂടെ മലയോര പ്രദേശങ്ങളിൽ കാണുന്ന ഒരു പക്ഷിയാണ് യെല്ലോ ബ്രോഡ് ബുൾബുൾ. ഇത് വേലിത്തത്തകള്. വേലിത്തത്ത ഇത് നേരത്തെ ഡ്രോങ്കോഡ് പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇരിക്കുന്നതാണ്.
ഇതിനെ ഏഷ്യൻ ഗ്രീൻ ബി ഈറ്റർ എന്നാണ് ഈ പക്ഷികളെ പറയുക. കാരണം പറന്നുപോയി ഈച്ചകളെ പിടിച്ച് തിന്നുന്ന പക്ഷിയാണ്. തേനീച്ച, ഈച്ചയൊക്കെ പിടിച്ച് തിന്നുന്ന പക്ഷിയാണ്. ഇത് ഏഷ്യൻ ഗ്രീൻ ബി ഈറ്റർ, ഇത് ചെസ്റ്റ്നട്ട് ഹെഡഡ് ബി ഈറ്റർ. എനിക്ക് തോന്നുന്നു ഞാൻ ഇനി കൂടുതൽ പക്ഷികളെ കുറിച്ച് പറയുന്നില്ല. പേരുകൾ മാത്രം. മഞ്ഞക്കിളികൾ ഓറിയോൾ എന്ന് പറയും. ഇത് ബാർബറ്റ് ആണ്. ഇതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും കോമൺ ആയിട്ടുള്ള പക്ഷികളിൽ ഒന്ന്. ഞാൻ കോള് പ്ലേ ചെയ്യാൻ നോക്കാം. കേൾക്കുന്നുണ്ടോ? യെസ്, കേൾക്കാം. ഓക്കെ. ഈ കോള് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ വൈറ്റ് ചീക്ഡ് ബാർബറ്റുകൾ എന്നാണ് ഇതിനെ. കുട്ടുറുവൻ എന്നാണ് പറയാ മലയാളത്തിൽ. അതുപോലെ ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ ദൂരെ നിന്നൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ കേട്ടിട്ടുള്ള പക്ഷികളായിരിക്കും. ഇത് വാലാട്ടികള്. ഇത് നമ്മുടെ നാട്ടിൽ കുറച്ചും കൂടെ കോമൺ ആയിട്ടുള്ള പക്ഷിയാണ്. എന്താണ് പറയുക, വൈറ്റ് ബ്രോഡ് കണ്ട, വെള്ള പുരികളുള്ള വൈറ്റ് ബ്രോഡ് വാക്ടെയിൽ. ഇത് എന്താ പറയാ, വണ്ണാത്തിപ്പുള്ള് എന്ന് പറയുന്ന പക്ഷി. ഒരുപാട് പാട്ടുകളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വണ്ണാത്തിപ്പുള്ള്. കാരണം ഇതൊരു കറുത്ത ഒരു എന്താ പറയാ, വണ്ണാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഉണ്ടായിരുന്ന ഒരു ജാതിപ്പേരാണ്. അതായത് അലക്കുകാരെയാണ് വണ്ണാത്തി എന്ന് പറയുന്നത്. അപ്പൊ ഒരു കറുത്ത വണ്ണാത്തി വെളുത്ത മുണ്ടും കൊണ്ടുപോകുന്ന പോലെ എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ വണ്ണാത്തിപ്പുള്ള് എന്ന പേരുള്ളത്. മയിലുകൾ കോഴിയുടെ കുടുംബത്തിൽപ്പെട്ടാണ്. ഇത് താഴെ കാണുന്നതാണ് കാട്ടുകോഴി. ഗ്രേ ജംഗിൾ ഫോൾ എന്നാണ് നമ്മൾ പറയുക. ഗ്രേ ജംഗിൾ ഫോൾ. ഇത് നോർത്ത് ഇന്ത്യയിൽ ഇതിന്റെ വേറൊരു വകഭേദമുണ്ട്, റെഡ് ജംഗിൾ ഫോൾ. മയിലുകളെ കുറിച്ച് ഞാൻ പറയുന്നില്ല. വേഴാമ്പലുകൾ. ഇതാ നമ്മുടെ സംസ്ഥാന പക്ഷി, ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ. ഇതിന് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇത് കാക്ക വേഴാമ്പലും ഇത് കോഴി വേഴാമ്പലുമാണ്. ഇത് ഇടനാടുകളിൽ മീൻസ് മിഡ്ലാൻഡ്സിലൊക്കെയാണ് ഉണ്ടാവുക. ഇത് ഞങ്ങൾ വയനാട്ടിലും അതുപോലെ കുറച്ച് ഉയർന്ന സ്ഥലങ്ങളിൽ ഫോറസ്റ്റ് ഏരിയയിലൊക്കെ ഉള്ള ഒരു പക്ഷിയാണ്. വയനാട് ഈ വേഴാമ്പലുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മുകളിലുള്ള ഈ കാസ്ക് ആണ്. അപ്പൊ ഇതിന് കാസ്ക് ഇല്ലാത്ത ഒരു വേഴാമ്പലാണ് നമുക്ക് ഇവിടെ ഉള്ളത്. വയനാടിന്റെ കാര്യം പറഞ്ഞു കേട്ടോ. ഇത് നമുക്ക് വയനാടില്ല. അതേസമയം ഇത് മണ്ണുത്തിയിൽ, തൃശ്ശൂർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇത് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട നമ്മുടെ നാട്ടിൽ കാണുന്ന, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പക്ഷികൾ. ഇനി നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതൊരു ആർട്ട് മാത്രമല്ല. അതായത് ഇത് നമുക്കൊരു ആസ്വദിക്കാനുള്ള ഒരു കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ. പക്ഷെ ഈ ആസ്വാദനത്തോടൊപ്പം തന്നെ നമുക്ക് ഈ പക്ഷികളെ പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമുക്കറിയാം. പക്ഷികൾ ഈ എന്താ പറയാ, പ്രകൃതിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇവരെ ബാധിക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് പണ്ടൊക്കെ ഈ വലിയ മരംകുത്തികൾ ധാരാളം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വന്നു ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള മലബാർ മറ്റേ വുഡ് ഫ്ലെയിം ബാക്ക് അതുപോലെയുള്ള വലിയ മരംകുത്തികൾ ഇപ്പൊ അധികം കാണാറില്ല. കാരണം എന്താ, വലിയ മരങ്ങൾ കുറഞ്ഞു വന്നുകൊണ്ട്. അതിന് പകരം ഇപ്പൊ ചെറിയ മരംകുത്തികൾ, ഇപ്പൊ പിഗ്മി വുഡ് പെക്കറുകളൊക്കെയാണ് പിന്നെയും കൂടുതൽ കാണുന്നത്. അപ്പൊ അതുപോലെയുള്ള പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ പക്ഷികളെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ പക്ഷികളെ കുറിച്ച്, ലോകത്തുണ്ടാകുന്ന പക്ഷികളിലെ എണ്ണം അല്ലെങ്കിൽ അവരെ കാണുന്നതിന്റെ ഒരു ഫ്രീക്വൻസി ഒക്കെ മാറുന്നത് പഠിക്കേണ്ടത് വളരെ പ്രധാനമാണ്. പക്ഷെ അത് ശാസ്ത്രജ്ഞര്, അതിനെക്കുറിച്ച് പഠിക്കുന്ന ആൾക്കാർക്ക് ലോകത്തുള്ള എല്ലാവിടെയും പോയി പക്ഷികളെ കുറിച്ച് പഠിക്കാൻ അത് പറ്റില്ല. അത് വളരെ കോസ്റ്റ്ലി അഫെയർ ആണ്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, കേരളത്തില് പക്ഷികളുടെ മാറ്റങ്ങൾ പഠിക്കാനായിട്ട് ഡൽഹിയിലെ ഒരു ശാസ്ത്രജ്ഞന് എത്രത്തോളം പറ്റും? അയാൾക്ക് കേരളത്തിൽ വന്ന് താമസിക്കുക എന്നൊക്കെ പറയുന്ന ബുദ്ധിമുട്ടാണ്. പക്ഷെ കേരളത്തിൽ അതേസമയം ധാരാളം പക്ഷി നിരീക്ഷകരുണ്ട്. അപ്പൊ നമ്മൾ ഈ ഹോബി ആയിട്ട് ചെയ്യുന്ന പക്ഷി നിരീക്ഷണം ബാക്കി ശാസ്ത്രജ്ഞർക്ക് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു വലിയ ഒരു ശാസ്ത്ര പ്രവർത്തനമായിട്ട് മാറും. അപ്പൊ ഇത് ഹോബി എന്നുള്ള നിലയിൽക്കാളും, ഹോബിയെക്കാളും അതിനപ്പുറത്തേക്ക് ഇവരുടെ കൺസർവേഷനും നമ്മുടെ ഭാവിയുടെ നിലനിൽപ്പിനും ഒക്കെ വേണ്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് അല്ലെങ്കിൽ ഒരു സഹായമായിട്ട് അത് മാറും. അപ്പൊ നമ്മൾ കണ്ടെത്തുന്ന പക്ഷികളെ അല്ലെങ്കിൽ കാണുന്ന പക്ഷികളെ കുറിച്ചുള്ള വിവരം ലോകത്തിലേക്ക് ബാക്കി ശാസ്ത്രം ഈ പക്ഷികളെ കുറിച്ച് പഠിക്കുന്നവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രോസസ്സാണ്. അതിനെയാണ് സിറ്റിസൺ സയൻസ് എന്ന് പറയുന്നത്, പൗരശാസ്ത്രം എന്ന് പറയുന്നത്. നേച്ചർ ചാലഞ്ചിലൂടെയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്തരം ഇൻഫർമേഷൻ നമ്മൾ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡാറ്റ ജനറേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനെ സഹായിക്കുന്ന 1-2 ഇന്റർനെറ്റ് റിസോഴ്സുകളും കൂടെ ഞാൻ പറയാം. ഒന്ന് ഓറിയന്റൽ ബേർഡ് ക്ലബ് ആണ്. ബേർഡ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന NCBSന്റെ ഒരു സൈറ്റ് ഉണ്ട്. ഇവിടെ എല്ലാം നമുക്ക് കാണുന്ന പക്ഷികളുടെ നിരീക്ഷണങ്ങളൊക്കെ നമുക്ക് അറിയിക്കാൻ പറ്റും. ഇത് കണ്ടില്ല, ഇതൊക്കെ ഓരോ പക്ഷികൾ ഓരോ ആൾക്കാർ അവരുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ടൂളാണ് eBird എന്ന് പറയുന്ന ഒരു സങ്കേതം. ഞങ്ങളൊക്കെ eBird ഒരുപാട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്.
അപ്പൊ അത് നമുക്ക് പോകുന്ന പക്ഷികളെയൊക്കെ അതുപോലെ നമുക്ക് നമ്മൾ കാണുന്ന പക്ഷികളുടെയൊക്കെ ഒരു ഡാറ്റ, നമ്മൾ എത്ര പക്ഷികളെ കണ്ടു എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു കോയിൻ കളക്ഷൻ പോലെ ഞാൻ എത്ര പക്ഷികളെ കണ്ടു. ഞാൻ കണ്ടത് ഏകദേശം ഇപ്പൊ ഇത് എന്റെയാന്ന് തോന്നുന്നു. ഇത് പണ്ടത്തെ ഒരു സാധനമാണ്, 270. ഇപ്പൊ ഏകദേശം ഒരു 300 ഇനം പക്ഷികളായി. 300 അത് കുറവാണ്, കാരണം 10,000 പക്ഷികളുണ്ട് ലോകത്ത്. അതിൽ ഞാൻ ഏകദേശം 300 എണ്ണത്തിന് കണ്ടു. കേരളത്തിൽ തന്നെ 500 എണ്ണം ഉണ്ട്. അപ്പൊ എനിക്ക് ഇനി എത്രത്തോളം മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ളതിന്റെ ഒക്കെ ഒരു സൂചിയാണ്. അപ്പൊ ഇത്രയും ഇൻഫർമേഷൻ ഒക്കെ നമ്മുടെ കയ്യിലുണ്ടാവും. പണ്ടൊക്കെ ഇത് ഒരു പുസ്തകത്തിൽ എഴുതി കുറിച്ച് സൂക്ഷിച്ചു വെക്കണമായിരുന്നു. ഇപ്പൊ അതെല്ലാം ഓൺലൈൻ ആയിട്ടൊക്കെ നമുക്ക് കിട്ടും. 1-2 സ്ലൈഡുകളും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലത്തെ വേറെ ഒരു ഓക്കെ. അപ്പൊ ഇതുപോലത്തെ വേറെ ഒരു റിസോഴ്സ് ആണ് നമ്മുടെ iNaturalist. അതിലും വളരെ എളുപ്പത്തിൽ ഞാൻ ഇത് സേവ് ആയിട്ടില്ല. iNaturalistന് 1-2 സ്ലൈഡുകളും കൂടെ ഞാൻ ഇന്നലെ ചേർത്തിരുന്നു. രതീഷേട്ടാ, പിന്നെ സോ നമ്മുടെ കൂടെ അശ്വിൻ ഉണ്ട്. സോ മേ ബി ഹി ക്യാൻ സേ 2 words about iNaturalist and how to upload. ഓക്കെ ഫൈൻ. അശ്വിൻ വിശ്വനാഥൻ അല്ല, അശ്വിൻ കുമാർ, നമ്മുടെ ഹായ് അശ്വിൻ. ഓക്കെ. സോ അപ്പൊ എനിവേ എന്നെ സഹിച്ചിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. എന്തായാലും തുടക്കത്തിൽ 25 പേരുണ്ടായിരുന്നു. ഇപ്പോഴും ഏകദേശം 24-25 പേര് 21 പേരെയാണ് കാണുന്നത്. അപ്പൊ അധികം ഒഴിഞ്ഞു പോക്ക് ഉണ്ടായിട്ടില്ല. 1-1.5 മണിക്കൂർ എന്നെ സഹിച്ചിരുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപയോഗപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പോ ഐ തിങ്ക് അശ്വിൻ ക്യാൻ ടേക്ക് ഓവർ ആൻഡ് ടെൽ അബൌട്ട് iNaturalist. കാരണം iNaturalist ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഞാനൊരു eBirder ആണ് എന്റെ ഒരു സോ അപ്പൊ ഈ നമ്മുടെ ഈ CNC ചാലഞ്ചിന് നമ്മൾ iNaturalist ആണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മളപ്പോ ക്യാമ്പസ് ബേർഡ് കൗണ്ട് ചെയ്യുന്ന പോലെ തന്നെ ക്യാമ്പസ് CNCയും ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഇസ് ഫ്രം 25th to 28th, 25, 26, 27, 28. അപ്പൊ ബേർഡ്സ് അല്ലാതെ എല്ലാ ടാക്സും നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ iNaturalist ആണ് നല്ലത്. അതെ അതുകൂടെ ഞാൻ പറയാം. eBird-ൽ നമുക്ക് പക്ഷികളെ കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. iNaturalist ആവുമ്പോൾ എല്ലാ ജീവികളെയും കുറിച്ച് ഞങ്ങൾ ക്യാമ്പസിൽ കഴിഞ്ഞ വർഷം ഒരു തവളകളുടെ ഒരു ഇതെടുത്തിട്ടുണ്ടായിരുന്നു, ഒരു സർവേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ iNaturalist യൂസ് ചെയ്തത്. അപ്പൊ എനിക്ക് തോന്നുന്നു അശ്വിന് കുറച്ചും കൂടെ കൃത്യമായിട്ട് പറയാൻ പറ്റും. ആൻഡ് സോ ഐ ആം കൺക്ലൂഡിങ്. സോ താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ എന്തെങ്കിലും അഡീഷൻസ് വല്ലതും പറയാനുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അശ്വിൻ്റെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചർച്ച ചെയ്യാം, അല്ലേ? അതല്ലേ നല്ലത്? Yes, sir. You can also listen to it and then our campus so then you can do a walk. 25th munne you can do a walk also. Upload it. Cool. Okay. Ashwin, go ahead. Yeah. ഓക്കെ. ഹായ്. എനിക്ക് അതിന് സമയം കിട്ടില്ല. അപ്പം ജസ്റ്റ് ബ്രീഫായിട്ട് സാധനം മാത്രമേ ഉള്ളൂ. എന്നാലും പറഞ്ഞേക്കാം. മാക്സ് സെക്കൻഡ്. കാണുന്നില്ലേ? ഓക്കെ. അധികം സ്ലൈഡ്സ് വെച്ചിട്ടില്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബേസിക്കലി iNaturalist എന്ന് പറഞ്ഞാൽ നമ്മൾ eBird പോലത്തെ ഒരു സിറ്റിസൺ സയൻസ് പ്ലാറ്റ്ഫോം ആണ്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന എല്ലാ സാധനത്തിനും നമുക്ക് അതിൻ്റെ ഒരു പ്രൂഫ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. പ്രൂഫ് ഇൻ ദ സെൻസ്, ഒന്നെങ്കിൽ നമ്മൾ ഫോട്ടോ അല്ലെങ്കിൽ ഓഡിയോ. കോൾ ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എനി അതർ പ്രൂഫ്, ലൈക്ക് ഇപ്പോൾ നെസ്റ്റിംഗ് ഉണ്ടെങ്കിൽ നെസ്റ്റിൻ്റെ പ്രൂഫോ, അല്ലെങ്കിൽ ഇപ്പോൾ മുട്ട മുട്ട തോടുണ്ട്, നിങ്ങൾക്ക് ഭയങ്കര സ്കില്ലാണ്, കണ്ടു കഴിഞ്ഞാൽ മുട്ട ഈ ബേർഡിനെയാണെന്ന് പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. പക്ഷേ അപ്പോൾ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇത് നോട്ട് ജസ്റ്റ് ലിമിറ്റഡ് ടു ബേർഡ്സ്, എല്ലാ ടാക്സിയും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ CNC എന്ന് പറയുന്നത് സിഗ്നേച്ചർ ചാലഞ്ച്, ഒരു ഇന്റർനാഷണൽ ചാലഞ്ചാണ്. അപ്പോൾ നമ്മൾ ഈ 4 to 5 days ടൈമിൽ അക്രോസ് വേൾഡ് നമുക്ക് ഇങ്ങനെ ചാലഞ്ച് നടക്കും. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈം നമുക്ക് ഓൾമോസ്റ്റ് 400-500 സിറ്റീസ് ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് തന്നെ നമുക്കൊരു 200 സിറ്റീസ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു മില്യൺസ് ഓഫ് റിപ്പോർട്ട്സ് കിട്ടിയിട്ടുണ്ടായി. പിന്നെ ഇതിൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ കുറേ ഇങ്ങനെ ഇൻറ്റൻസീവായിട്ട് ഇറങ്ങിത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ കാണാത്ത കുറേ ഒബ്സർവേഷൻസ് ഒക്കെ നമുക്ക് കിട്ടും. അപ്പം ലാസ്റ്റ് ടൈം നമുക്ക് ഒരു ഹെട്രോസ്പീന ഇൻഡിക്ക എന്ന് പറഞ്ഞ ഒരു മോത്തിനെ കിട്ടി. അതുൽ ശങ്കർ റിപ്പോർട്ട് ചെയ്താണ്. ആ മോത്ത് നമുക്ക് ലണ്ടനിലാകെ ഒരേ സ്പെസിമെൻ മാത്രമേ ഉള്ളൂ. ആ ഒറ്റ സ്പെസിമെൻ വെച്ചിട്ടാണ് ലിറ്ററേച്ചർ പബ്ലിഷ് ചെയ്തേക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ആ ഒരു ഫൈൻഡാണ് നമുക്ക് പറയുമ്പം 99 ഇയേഴ്സിന് ശേഷം റീഡിസ്കവറി എന്ന് പറയുന്നത്. ആകെ ഓരോ ഫോട്ടോഗ്രാഫിക് റിപ്പോർട്ടാണ് നമുക്കുള്ളത്. അപ്പം അതുപോലെ നമുക്ക് പല കുറേ എൻഡേഞ്ചേർഡ്, ത്രെറ്റൻഡ്, സ്റ്റാറ്റസ്, പോപ്പുലേഷൻ, കുറേ കാര്യങ്ങൾ നമുക്ക് ഐഡിയ കിട്ടും. അതാണ് നമ്മളിവിടെ ഡേറ്റ അക്യുമുലേഷൻ്റെ ഒരു സിസ്റ്റമാണ് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഭയങ്കര ബ്രീഫായിട്ട് പറഞ്ഞു പോകാം iNaturalist എങ്ങനെയാണ് ഉപയോഗിക്കണം എന്നുള്ളത്. നമുക്ക് ഓൾറെഡി ഒരു സെഷൻ കഴിഞ്ഞതാണ്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും, ലിങ്ക് അയക്കാം. സോ ഇത് ഹൗ ടു സിഗ്നേച്ചർ ചാലഞ്ച്.
ഒന്നുമില്ല, ആദ്യം നാച്ചുറലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ഇതൊരു ആപ്ലിക്കേഷനാണ്, വിൻഡോസിലും കിട്ടും, വെബ്സൈറ്റ് ആയിട്ടും കിട്ടും, അല്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നല്ല ഭയങ്കര ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കീബോർഡ് പോലെ തന്നെ യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് എക്സ്പേർട്സ് ഉണ്ട്, പല രാജ്യത്തിന് എക്സ്പേർട്സ് ഉണ്ട്. നിങ്ങൾക്ക് ഐഡിയ അറിയില്ലെങ്കിൽ അവർ പറഞ്ഞുതരും. അങ്ങനത്തെ ഒരു വെബ്സൈറ്റ് ആണ്. പിന്നെ നമുക്ക് നേച്ചർ കണ്ടുപിടിക്കുക, പുറത്തേക്ക് ഇറങ്ങുക, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക. പോട്ടഡ് പ്ലാന്റ്സോ അല്ലെങ്കിൽ ഹ്യൂമൻസോ അല്ലെങ്കിൽ പെറ്റോ, ഈ 3 കാറ്റഗറി ഒഴികെ വൈൽഡായിട്ട് കാണുന്ന എന്ത് വേണമെങ്കിലും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ കാണുന്ന ചെടികളാണെങ്കിലോ ഇൻസെക്ട്സ് ആണെങ്കിലോ ആനിമൽസ് ആണെങ്കിലോ എന്താണെങ്കിലും ബേസിക്കലി എനിത്തിങ്. അപ്പോൾ ബെറ്റർ നോട്ട് ദാറ്റ് ഈ പറഞ്ഞ പോട്ടഡ് പ്ലാന്റ്സോ നമ്മൾ വെച്ചിരിക്കുന്ന പ്ലാന്റ്സോ ഹ്യൂമൻസോ അല്ലെങ്കിൽ പട്ടി പൂച്ച. ഓക്കെ, ഫോട്ടോ എടുക്കുക. ഓക്കെ, നേച്ചർ കണ്ടുപിടിക്കുക, എന്നിട്ട് ഫോട്ടോ എടുക്കുക. നിങ്ങൾക്ക് വലിയ ഫാൻസി ആയിട്ടുള്ള ഭയങ്കര ക്യാമറ ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു ഫോട്ടോ കണ്ടെങ്കിൽ നമുക്ക് ഐഡന്റിഫിക്കേഷൻ ഫീച്ചേഴ്സ് കാണണം എന്നേ ഉള്ളൂ. അതിൽ ബാക്കി ഭയങ്കരമായിട്ട് ഭംഗി ഉണ്ടെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അങ്ങനെയൊന്നുമില്ല. ബേസിക് ഫീച്ചേഴ്സിന്റെ ക്ലിയർ ആണ്, ബ്ലറി അല്ല. എന്തൊക്കെ ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ആംഗിൾ ഫോട്ടോ എടുക്കാൻ നോക്കുക, നമുക്ക് ഐഡന്റിഫിക്കേഷൻ എളുപ്പമായിരിക്കും. ഫോട്ടോ എടുക്കുക, അതിന് ശേഷം നമ്മൾ അതിനകത്ത് ജസ്റ്റ് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡേറ്റ് ടൈം ഉണ്ടാവും, പിന്നെ ലൊക്കേഷൻ മാർക്ക് ചെയ്യും, പിന്നെ നമുക്ക് വരുന്ന ഐഡന്റിഫിക്കേഷൻ. ഇപ്പോൾ നമ്മൾ കണ്ടിട്ട് ഈ വൈറ്റ് ചെക്ക് ബാർബറ്റ് ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ അത് ഇട്ട് കൊടുക്കുക. അത് ഉറപ്പില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബേർഡ്സ് ഇട്ട് കൊടുത്താലും മതി. നമുക്ക് എക്സ്പേർട്സ് വരും, അപ്പോൾ അവർ വന്നിട്ട് അതിൽ ഇട്ട് തരും. അപ്പം അത്രേ ഉള്ളൂ. നമുക്ക് ബേർഡ്സിൽ പൊതുവെ ഇന്ത്യൻ ടാക്സ് കൊണ്ട് അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് ഇത് കറക്റ്റ് ആണെങ്കിൽ ഒരാളും കൂടെ വന്നിട്ട് അതിൽ ഒബ്സർവേഷൻ ഇട്ട് തരും കറക്റ്റാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആകുമ്പോൾ റിസർച്ച് ഗ്രേഡ് ആവും. ഈ റിസർച്ച് ഗ്രേഡ് ആയിട്ടുള്ള എല്ലാ ഡേറ്റയും നമ്മൾ GBIF എന്ന് പറഞ്ഞ പോർട്ടലിലേക്ക് പോകും. eBird എന്നുള്ള പ്ലാറ്റ്ഫോമിൽ എന്ന് പറഞ്ഞ ഡേറ്റാസും GBIF-ലേക്കാണ് പോകുന്നത്. ഇതാണ് നമ്മൾ റിസർച്ചേഴ്സ് എടുക്കുന്നത് അവരുടെ വർക്കിനായിട്ട്. ഇതാണ് ബേസിക്കലി പറയാനുള്ളൂ. അപ്പോൾ ഒരു ഷോർട്ടായിട്ട് ഒരു ബ്രൗസറാണ് ഇത്, ഞങ്ങൾ റിലീസ് ചെയ്യുന്നതായിരിക്കും. ഒന്നുമില്ല, അതിനകത്ത് ഡൗൺലോഡ് ചെയ്യുക, നേച്ചർ എടുക്കുക, പോവുക, ഫോട്ടോ എടുക്കുക, അപ്ലോഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ഇത്തവണ നമുക്ക് ഒന്ന് പവറാക്കി എടുക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയേ ഉള്ളൂ. താങ്ക് യു അശ്വിൻ. അപ്പൊ ഇത് 25th തൊട്ട് 28th വരെയാണ്. പക്ഷെ അതിന് ലീഡിങ് അപ് ടു ദാറ്റ് കുറച്ചെങ്കിലും നമ്മൾ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ എന്താണ് ടാക്സ അല്ലെങ്കിൽ ബേസിക് ഇൻഫർമേഷൻ അബൌട്ട് വാട്ട് ദ ഓർഗാനിസം ഇസ് അത് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രീ റൺ ഇത് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് വൺ. ഒരു സെഷൻ അതിനെ പറ്റി കഴിഞ്ഞു, ഇന്നിപ്പോ ബേർഡ്സിനെ പറ്റി പറഞ്ഞു. സോ ഇൻ ദ കമ്മിങ് ഡേയ്സ് വി ഓൾസോ ഹാവ് ടോക്ക് അബൌട്ട് ലൈക് ഫ്രോഗ്സ്, ഇൻസെക്ട്സ് and all that. അപ്പൊ അതിന്റെ എല്ലാം we shall share the link for all those talks. അപ്പൊ അതൊക്കെ കേൾക്കുക. ആൻഡ് ഈ ഇതിന് മുന്നേ നിങ്ങൾക്ക് നാളെ തൊട്ടാണെങ്കിലും ഫീൽഡിൽ പോയിട്ട് പറ്റുന്ന ഒബ്സർവേഷൻസ് ഒക്കെ ഇടുക. 25th തൊട്ട് 28th വരെ ഈ പ്രോജക്റ്റ് ഉണ്ട്. അതിനകത്തില് CNC കേരള എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഉണ്ട്. അതിനകത്തോട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പതിയെ എല്ലാം പറഞ്ഞുതരും. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ടു ആസ്ക് രതീഷ് സർ, ഹി ഈസ് റെഡി ടു ആൻസർ about birds. Allengi we can come to a conclusion. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാൻ? You can unmute and ask or chat-ൽ ടൈപ്പ് ചെയ്താലും മതി. Both ways work. Okay, I guess not. പിന്നെ എനിക്ക് തോന്നുന്നു 9:30 ആയി, എല്ലാവരും ക്ഷീണിച്ചു എന്ന് തോന്നുന്നു മൺഡേ ഈവനിങ്. പക്ഷേ it was such a great talk by Ratish sir. I'm definitely thinking that all the people who listen were very much inspired. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. I've come with you so many times and അതിനെക്കാട്ടിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. I remember കാലൊടിഞ്ഞ് നമ്മുടെ ബേർഡ് അറ്റ്ലസിന്റെ സമയത്ത് പോയിട്ട് വീണിട്ട് കാലൊടിച്ച് anyway, so it has been so good like listening to you at the basics, and I think everybody really enjoyed. So let me thank you from WWF as well as the organizing team of CNC for giving such an awesome talk on birds. And CNC calendar, I think people will start observing now, which is what we want. പക്ഷേ again I would request you, sir പറഞ്ഞു that your ഡിപ്പാർട്ട്മെന്റിലുള്ള സ്റ്റാഫ് ഉണ്ടെന്ന്, your HOD and all. So please do a campus CNC for the on the 25th to 28th വരെ. As many taxa as possible, as many observations as possible. So please do that. We'll be circulating the Google forms and everything that is required for this. So thank you once again. Thank you so much. And thank you everybody for attending and good paying attention. Thank you Ashwin also. Thank you for the kind words, Anu. Thank you Ashwin. ഇതില് ഞാന് we will do in the campus. Okay, ഞങ്ങൾക്ക് നമ്മുടെ നേച്ചർ ക്ലബ് വഴി നമ്മൾ ചെയ്യാം. ആൻഡ് ഞാൻ സ്റ്റുഡൻസ് ആരെങ്കിലും ഒന്ന് അനുവിന് കണക്ട് ചെയ്ത് തരാം. ഓക്കെ, ഒരു സ്റ്റുഡന്റ് ഇനിഷ്യേറ്റീവ് ആയിട്ട് നമുക്ക് ക്യാമ്പസിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, ശരി.
We'll Okay. also be sending Right. official emails to colleges. Okay. Thank you so much Yeah, and have a definitely, great definitely. night. Okay. All right. Thank Okay, you. right. Thank you. Okay. Okay. Thank Thank you you, and thank good you. night, Thank everybody. you. We look forward Bye. to other sessions. Okay. Good night. Okay, right. Bye, bye.